ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ കോലാഹലമാണ്, ശബ്ദമയനായിരിക്കും എപ്പോഴും. അപ്പോൾ പലപ്പോഴും ഇന്ത്യയുടെ ന്യൂസ് റൂം ഇപ്പൊ ലിറ്ററലി ഞാൻ അത് പറയില്ല, ടെക്നോളജി വന്നപ്പോൾ വന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ടായപ്പോൾ ന്യൂസ് റൂമുകൾ മുഴുവൻ സൈലന്റ് ആയി എന്നുള്ളതാണ്. മറ്റങ്ങനെയല്ല, ടൈപ്പ് റൈറ്ററിന്റെ നിശ്ചയ ഒരു 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 കളകള കളകള എന്നൊരു ശബ്ദം, ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ രക്തം തിളക്കാൻ തുടങ്ങും. അത് അങ്ങനെ ആയിരിക്കണം. അഗ്രസീവായി സംസാരിക്കുന്നത് ഞാൻ കണ്ടു കേട്ടോ. മാതൃഭൂമിയുടെ കാല് ശ്രീകണ്ഠൻ നായരോട് അപ്പൊ അത് ഞാൻ കണ്ടു. അദ്ദേഹത്തെ ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞ ആ ജേർണലിസം ഇതോട്ട് എനിക്ക് യോജിപ്പില്ല എന്നുള്ളതുകൊണ്ട് പറഞ്ഞു ചെയ്ത ഒരു സ്പെഷ്യൽ സ്റ്റോറി കാണിച്ചു. അത് കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു പത്രപ്രവർത്തക ജേർണലിസം എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത സ്റ്റോറി. അപ്പൊ എനിക്കും അങ്ങനെ വലിയ സ്റ്റോറി ഒന്നും ക്ലെയിം ചെയ്യാനില്ല. അപ്പൊ പക്ഷെ വേറൊരാളങ്ങനെ ഞങ്ങൾ കാരണമാണ് ഇന്ത്യയിൽ അന്നാ എനിക്കത് അദ്ദേഹം പറഞ്ഞ മാധ്യമപ്രവർത്തകർ കാരണമാണ് കേരളത്തിലെ പത്രസ്വാതന്ത്ര്യം നിലനിൽക്കുന്നതെന്ന് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരിൽ ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകരിൽ ഒരാളായിട്ടുള്ള ടെലഗ്രാഫിന്റെ മുൻ പത്രാധിപരായിട്ടുള്ള ആർ രാജഗോപാൽ സാറാണ്. രാജഗോപാൽ സാറിന്റെ ഞാൻ എൻ്റെ ഈ ഡയലോഗ് വിത്ത് സുജിത് നാരായണൻ എന്നുള്ള പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യും. താങ്ക് യു. തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന് ഒരു ചെറിയ മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് തുടങ്ങി ഇന്ത്യയുടെ മാധ്യമ രംഗത്തെ ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് നടന്നു കയറിയ ഒരാൾ. ഇക്കണോമിക്സ് ടൈംസ്, ബിസിനസ് സ്റ്റാൻഡേർഡ്, ഇന്ത്യ ടുഡേ, അതിൽ തുടങ്ങി അവസാനം ദ ടെലഗ്രാഫ് എന്ന് പറയുന്ന കൽക്കത്തയിൽ നിന്നിറങ്ങുന്ന ഒരു ദേശീയ പത്രത്തിന്റെ പത്രാധിപരായി 10 വർഷം ഇരുന്ന ഒരാൾ. ആ കാലയളവിൽ ഇന്ത്യയിലെ ഭരണാധികാരികളെ, കൽക്കത്തയിലെ ഭരണാധികാരികളെ തൻ്റെ ചോദ്യശൈലി കൊണ്ട്, ചോദ്യശരങ്ങൾ കൊണ്ട് പ്രകമ്പനം കൊള്ളിച്ച ഒരാൾ. ഭരണഘടന വിഭാവനം ചെയ്യുന്ന ജനാധിപത്യ സങ്കല്പനങ്ങൾക്ക് എപ്പോഴൊക്കെ ഏതൊക്കെ തരത്തിൽ വിഘാതം സംഭവിക്കുന്നുവോ ആ ഘട്ടങ്ങളിലെല്ലാം മാധ്യമ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനപരമായ മാതൃക പിന്തുടർന്നുകൊണ്ട് എന്നും ചോദ്യം ചെയ്തിരുന്ന ഒരാൾ. ഇന്ത്യയുടെ പത്രപ്രവർത്തന ചരിത്രത്തിലെ ഒരു എക്സ്ക്ലൂസീവ് ഏഡായിട്ട് വേണമെങ്കിൽ ഇദ്ദേഹം പത്രാധിപരായിരുന്ന സമയത്ത് ടെലഗ്രാഫിന്റെ ആദ്യ പേജിൽ, മുൻ പേജിൽ വന്നിരുന്ന തലക്കെട്ടുകളെ നമുക്ക് കാണാം. ഞാൻ ഒരിക്കൽ കൂടി രാജഗോപാൽ സാറിന്റെ ഞാൻ സ്വാഗതം ചെയ്യാണ്. താങ്ക് യു സാർ. ഞാൻ പറഞ്ഞതുപോലെ അങ്ങ് തിരുവനന്തപുരത്താണ് ജനിച്ചത്, വളർന്നത്, പഠിച്ചത്. എനിക്ക് തോന്നുന്നു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങ് കൽക്കത്തയിലേക്ക് പോകുന്നത്. ഞാൻ എൻ്റെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെയുള്ള വലിയ ഉന്നതമായ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ഒരാൾ. പക്ഷെ 2023 തോന്നുന്നു, 2022 23 തോന്നുന്നു ഞാൻ അങ്ങേ പരിചയപ്പെടുന്നത്. ആ കാലഘട്ടം തൊട്ട് ശക്തമായ നിലപാടെടുക്കുമ്പോഴും ഒരു സൗമ്യനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഒരു ലാളിത്യം നിറഞ്ഞ ഒരു ജീവിത രീതിയാണ്. ഈ ലാളിത്യവും ഈ സൗമ്യമായ ഒരു സൗമ്യ മനസ്സ്, ഇത് അങ്ങയുടെ പിതാവ് ഒരു ഗാന്ധിയനാണ്. അങ്ങയുടെ പിതാവിൽ നിന്ന് ലഭിച്ചതാണോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു വളരെ 10ാമത്തെ വയസ്സിൽ അമ്മയെ നഷ്ടപ്പെടുന്നുണ്ട്. അമ്മ ഒരു നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മയാണ്. ഈ ഒരു സൗമ്യമായ ജീവിത രീതി, ഈ ലാളിത്യം നിറഞ്ഞ ഇത്ര ശക്തമായ നിലപാടെടുക്കുമ്പോഴും ജീവിതത്തിലൊരു പെരുമാറ്റത്തിലൊരു സൗമ്യതയുണ്ട്. ഇപ്പൊ ഞാൻ അങ്ങയെ കോണ്ടാക്ട് ചെയ്യുന്നു, ഒരു പക്ഷേ ഇങ്ങനെ ഒരു പൊസിഷനിലിരുന്ന ഒരാൾ ഒരു അരമണിക്കൂർ കോൺവെർസേഷനെ വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതെന്ത് ചർച്ചയ്ക്കാണ്, ഇതിൽ മുന്നേ ആരൊക്കെ വന്നിട്ടുണ്ട്, ഈ ഇന്റർവ്യൂവിൽ എത്ര വ്യൂസ് കിട്ടാൻ പോകുന്നു, അങ്ങനെ ഒരു അഹങ്കാരമോ അല്ലെങ്കിൽ ഒരു ജാടയോ ഒന്നുമില്ലാതെ ഞാൻ വിളിച്ചു, ശരി വരാമെന്ന് പറഞ്ഞു. ഈ ഒരു സൗമ്യത, ഈ ഒരു ലാളിത്യം, അത് അച്ഛനിൽ നിന്ന് തന്നെയാണോ കിട്ടിയത് അതോ അകാലത്തിൽ വിട്ടുപോയ അമ്മയുടെ ഒരു ഇതാണോ? അല്ല, അത് അങ്ങനെ സൗമ്യമൊന്നും അല്ല. ശരിക്കും നമ്മളൊരു ന്യൂസ് റൂമിൽ ഇപ്പോൾ താങ്കൾ പറയുകയാണെങ്കിൽ പലരും യോജിച്ചു. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ന്യൂസ് റൂമിൽ അവരത് അതിനോട് യോജിച്ചൊന്നും വരില്ല. കാര്യം നമ്മൾ ഈ ഡെഡ് ലൈൻ എന്ന ഒരു ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഏത് മാധ്യമ പ്രവർത്തകരും ഡെഡ് ലൈൻ ഡ്രിവൺ ജോബാണ്. ഡെഡ് ലൈൻ ഡ്രിവൺ ജോബ് എന്ന് പറഞ്ഞ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ചില കാര്യങ്ങൾ ചെയ്യുക. പക്ഷേ ഈ കാര്യങ്ങൾ പലപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആയിട്ട് കാര്യങ്ങളായിരിക്കും. അപ്പം നമ്മുടെ പലപ്പോഴും നമ്മുടെ പെരുമാറ്റവും സ്വഭാവവും ഒന്നും നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെ ഐഡിയൽ ആവണമെന്നില്ല. പല ദിവസങ്ങളിലും അങ്ങനെയല്ല. കാരണം നമ്മൾ വിചാരിക്കാത്ത എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോകാൻ ഇറങ്ങുമ്പോഴായിരിക്കും പെട്ടെന്ന് ഒരു ന്യൂസ് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്ത ജോലി മുഴുവൻ വേസ്റ്റ് ആയിട്ട് വീണ്ടും രണ്ടാമത് ചെയ്യുമ്പോൾ നാച്ചുറലി
അതിന്റെ കൂട്ടത്തിലുള്ള ദേഷ്യങ്ങളും മറ്റു കാര്യങ്ങളും പലപ്പോഴും നമ്മൾ പറയുന്ന ഷൗട്ടിങ്ങും അത് അങ്ങനത്തെ ഞാൻ ആദ്യമായിട്ടാണോ നിങ്ങൾ സൗമ്യനാണെന്ന് പറയുന്നത് തന്നെ. അല്ല അങ്ങനെ വരാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണെന്ന് ആയിരിക്കാം നമുക്ക് അപ്പൊ ആകെ സൗമ്യനായിട്ട് നമുക്ക് അഭിനയിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് വരുത്തി തീർക്കാൻ പറ്റുന്ന പുറത്ത് ന്യൂസ് റൂമിന് പുറത്താണ്. അപ്പൊ അതുകൊണ്ട് താങ്കൾ ന്യൂസ് റൂമിന് പുറത്ത് കണ്ടതുകൊണ്ടായിരിക്കും അങ്ങനെ. അപ്പൊ പിന്നെ പൊതുവെ നമ്മുടെ പൊതുവെ സൗമ്യനല്ല. അല്ല ന്യൂസ് റൂമിൽ ഒരിക്കലും ഞാൻ സൗമ്യനല്ല. വളരെയധികം തർക്കിക്കാനും വഴക്കൂടാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കാര്യം അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ സ്വാതന്ത്ര്യമുള്ള ന്യൂസ് റൂമിൽ നിന്ന് വെച്ചാണ് പലപ്പോഴും നല്ല പത്രപ്രവർത്തനം ഉണ്ടാവുന്നത്. കാര്യം അപ്പൊ തുറന്ന ചർച്ച വരും ഇവിടെ. അല്ല നമ്മളെല്ലാവരും ഭയഭക്തി ബഹുമാനങ്ങളോടുകൂടി ഒരു ക്ഷേത്രത്തിൽ പോകുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു സ്കൂളിലെ ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെ അല്ല ന്യൂസ് റൂം പ്രവർത്തിക്കേണ്ടത്. കോലാഹലങ്ങൾ, ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ കോലാഹലമാണ്, ശബ്ദമയനമായിരിക്കണം എപ്പോഴും. അപ്പോൾ പലപ്പോഴും ഇന്ത്യയുടെ ന്യൂസ് റൂം ഇപ്പൊ ലിറ്ററലി ഞാൻ അത് പറയില്ല, ടെക്നോളജി വന്നപ്പോൾ വന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിസ്റ്റ് ഉണ്ടായപ്പോൾ ന്യൂസ് റൂമുകൾ മുഴുവൻ സൈലന്റ് ആയി എന്നുള്ളതാണ്. മറ്റങ്ങനെയല്ല, ടൈപ്പ് റൈറ്ററിന്റെ നിശ്ചയ ഒരു കളകള എന്നൊരു ശബ്ദം, ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ രക്തം തിളക്കാൻ തുടങ്ങും. അത് അങ്ങനെ ആയിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അഡ്രിനാലിൻ, രക്തമല്ല അഡ്രിനാലിൻ പമ്പിംഗ് എന്ന് പറയില്ല, അത് ഈ ടൈപ്പ് റൈറ്ററിന്റെ എത്രയോ നൂറുകണക്കിന് ടൈപ്പ് റൈറ്ററുള്ള ആളുകൾ ഒരുമിച്ച് അതിനകത്ത് ടൈപ്പ് ചെയ്യുമ്പോൾ ആ ശബ്ദം ഒരു ന്യൂസ് പേപ്പർ, ആ ശബ്ദത്തിന്റെ മുകളിൽ കൂടി നമുക്ക് ഒരു കാര്യം മറ്റൊരു ഡെസ്കിനോടോ മറ്റൊരു റിപ്പോർട്ടറോടോ പറയണമെങ്കിൽ ഷൗട്ട് ചെയ്യാന്നുള്ളത് മാത്രം. ശബ്ദമില്ലാത്ത പണ്ട് പഴയ ന്യൂസ് എഡിറ്റേഴ്സ് പറയായിരുന്നു, നിങ്ങൾക്ക് ഷൗട്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ജേർണലിസ്റ്റ് ആവരുന്നു. പക്ഷെ ആ കാലമൊക്കെ മാറി. ഇപ്പം വളരെ സൈലന്റ് ആണ് ന്യൂസ് റൂമിൽ. കമ്പ്യൂട്ടറൈസേഷൻ വന്ന ശേഷം ചലനാത്മകത, ബഹളവും മാറി. അതോടൊപ്പം തന്നെ ഇതൊരു കോയിൻസിഡൻസ് ആണെന്ന് എനിക്കറിയില്ല. അതോടൊപ്പം തന്നെ ഒരു ജനാധിപത്യ ഒരു ന്യൂസ് റൂമിനകത്തുള്ള ഒരു ജനാധിപത്യമുള്ള സംഭവം നഷ്ടപ്പെട്ടു. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ പറയാനില്ല, ഒരു സിമ്പിളായിട്ട് ഞാൻ പറയാണ്. അതായത് ന്യൂസ് റൂം ശരിക്കും ഇപ്പൊ സൈലന്റ് ആണ്. ഇങ്ങനെയുള്ള ചർച്ചകളോ തർക്കങ്ങളോ ഒന്നും പല സ്ഥലത്തും സംഭവിക്കാറില്ല. അത് തന്നെയാണ് ഇതിനകത്ത് പ്രതിഫലിക്കപ്പെടുന്നത്. കാര്യം ഒരു തർക്കം നടക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ റിയാക്ഷനിൽ നിന്ന്, നമ്മുടെ കൂടെയുള്ള ഒരു റിയാക്ഷൻ നമുക്കറിയാം ഏതാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഏതാണ് അവർ കണക്ട് ചെയ്യുന്നത് ഏതാണ്. അപ്പൊ അത് നമ്മൾ പലപ്പോഴും നമ്മുടെ ന്യൂസ് ഡിസിഷൻസ്, ഏത് സ്റ്റോറി എവിടെ പ്ലേ ചെയ്യണം, ഏത് ഹെഡ്ലൈൻ കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയാതെ തന്നെ അത് നമ്മൾ അതിനുവേണ്ടി മനഃപൂർവ്വം നമ്മൾ നോക്കി ചെയ്യുന്നതല്ല, സബ്കോൺഷ്യലായിട്ട് ആ ഒരു ഇൻഫ്ലുവൻസ് അതിന് തീർച്ചയായിട്ടും ഉണ്ടാകും. അതേസമയം നിശബ്ദമായി എല്ലാത്തിനോട് ഇൻഡിഫറൻ്റ് ആയിട്ട് എന്ത് സംഭവിച്ചാലും നമുക്കൊന്നും ഇല്ല, ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിട്ടുണ്ടെന്നുള്ളത്, അങ്ങനെ ഒരു പത്രം, അങ്ങനെ ഒരു ന്യൂസ് റൂമിൽ നിന്ന് അങ്ങനെ വിധേയത്വമുള്ള അങ്ങനെ വളരെയധികം ഒന്നിനെക്കുറിച്ച് ഉത്കണ്ഠകളൊന്നും ഇല്ലാത്ത ഒരു ന്യൂസ് റൂമിൽ നിന്ന് വരുന്ന പത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോഴാണ് പലപ്പോഴും വളരെ അപ്രധാനമായ വാർത്തകളും പ്രാധാന്യ വാർത്തകളും ഒരേ നിലയിൽ കൈകാര്യം ചെയ്യുക, ബാലൻസ് ചെയ്യുക നമ്മൾ പറയില്ലേ. അപ്പൊ അതൊക്കെ ഉരുത്തിരിഞ്ഞ് വരുന്നത് ഈ ഒരു അറ്റ്മോസ്ഫിയറും കൂടെ അതിനകത്ത് റോള് വഹിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഈ ഒരു ചോദ്യത്തിൽ നിന്നും തുടങ്ങാൻ കാരണം പലപ്പോഴും പല കാര്യങ്ങളും പല വേദികളിലും സാറ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ കുറച്ച് വ്യക്തിപരമായിക്കോട്ടെ, അച്ഛന്റെ സ്വാധീനം, അമ്മയുടെ സ്വാധീനം, അതുകൊണ്ടാ ചോദിച്ചത്. അപ്പൊ അച്ഛന്റെ സ്വാധീനവും തീർച്ചയായിട്ടും നമ്മുടെ മാതാപിതാക്കളുടെ നമുക്ക് ഒരിക്കലും അങ്ങനെ അവരുടെ സ്വാധീനമൊന്നുമില്ല. ഞാൻ സ്വയം പലപ്പോഴും പറയുന്നുണ്ട് സെൽഫ് മെയ്ഡ് എന്നൊക്കെ. ഞാൻ അങ്ങനെ സെൽഫ് മെയ്ഡ് ഒന്നും അല്ല. തീർച്ചയായിട്ടും എൻ്റെ അച്ഛനും അമ്മയും, പക്ഷെ എന്നെ അവരെക്കാട്ടി അമ്മ ചെറുപ്രായത്തിൽ മരിച്ചുപോയി. പിന്നെ അച്ഛൻ പലപ്പോഴും ജോലിയുടെ തിരക്ക് കാരണം മറ്റു കാര്യം, ഞാൻ എൻ്റെ അമ്മയുടെ അമ്മയുടെ കൂടെയാണ് വളർന്നത്. അപ്പൊ അവരാണ് എന്നെ തീർച്ചയായിട്ടും എൻ്റെ അമ്മയുടെ എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ ഫോർമാറ്റീവ് ഇയേഴ്സിൽ എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്ന അമ്മയാണ്. എനിക്ക് വായനയിൽ താല്പര്യം ഉണ്ടാക്കിയതും ഈ വാട്ടർ സ്കോട്ട് ഐവൻഹോ എന്ന ആ ഒരു കഥ അതൊന്നും എനിക്ക് പറഞ്ഞു തരുന്നത് എൻ്റെ അമ്മയുടെ അമ്മയാണ്. രാമായണ മഹാഭാരതം ഒന്നുമില്ല. ഇല്ല, രാമായണ മഹാഭാരതം കഥകൾ പറയുമായിരുന്നു. അത് പൊതുവെ നമുക്കത് അക്സെപ്റ്റ് അതാണല്ലോ, അത് കഥകൾ എന്ന രീതിയിലേ പറയാറില്ല. ഭയഭക്തി ബഹുമാനത്തോടൊന്നും പറയാറില്ല. പക്ഷെ അതിനെക്കാട്ടി എന്റെ മനസ്സിൽ നിന്ന് ഈ കഥകളെക്കാട്ടി ഐവൻഹോയുടെ കഥ, പ്രത്യേകിച്ച് റെബേക്ക എന്നുള്ള ആ ക്യാരക്ടർ എൻ്റെ അമ്മയുടെ അമ്മയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ആയിരുന്നു. എനിക്ക് തോന്നുന്നു റെബേക്ക ആണ്. എന്തെങ്കിലും ഉദ്യോഗസ്ഥയോ ഇല്ല, ഒന്നുമില്ല, വെറും ഒരു, പക്ഷെ അവർ തിരുവനന്തപുരത്ത്, ഞാൻ ചോദിക്കാൻ മനസ്സിലായി, അന്നത്തെ സ്കൂളുകളിലെ ഒരു പ്രത്യേകത, സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള സ്കൂളുകളാണ്. അപ്പൊ സ്കൂളിൽ അവിടെ പലപ്പോഴും പഠിപ്പിക്കുന്നത് വിദേശത്തുള്ളവരായിരിക്കും. നമ്മൾ സായിപ്പ് മാതാമ എന്നൊക്കെ ഉദ്ദേശിക്കുന്ന മിക്കവാറും നൺസ്, അങ്ങനെ കന്യാസ്ത്രീകൾ. അപ്പൊ അങ്ങനെ ഒരു കന്യാസ്ത്രീ, എൻ്റെ അമ്മയുടെ ടീച്ചർ, പേര് ഞാൻ മറന്നുപോയി, സിസ്റ്റർ ഐറിസ് അങ്ങനെ എന്തോ, അവരാണ് പഠിപ്പിച്ചത്. അപ്പൊ അവര് പറഞ്ഞു കൊടുത്ത് അവര് വായിപ്പിച്ച, അപ്പം ഒരുപാട് വായിച്ചിട്ടുണ്ടായിരുന്നു. 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ.
പക്ഷേ ഈ കാലത്തിനധികം ഷേക്സ്പിയറിനെ കുറിച്ച് അറിയായിരുന്നു. അപ്പം എനിക്ക് മാർക്കനിൻ്റെ ഈ ഫ്രണ്ട്സ് നമ്മൾ ഏറ്റവും പ്രസിദ്ധമായ സ്പീച്ച് ഞാൻ ആദ്യം കേൾക്കുന്ന എൻ്റെ അമ്മയുടെ അമ്മ പറഞ്ഞു തന്നിട്ടാണ്. 2026 വിമൻ എംപവർമെന്റിനെ പറ്റി സംസാരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സാറ് പറയുന്നത് ഏതാണ്ട് ഒരു 60 കൊല്ലം മുന്നേ, അത് 55 വർഷം 50 വർഷം മുമ്പ്, 55 71 72 കാലഘട്ടം, ആ സമയത്താണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് അന്ന് അതൊക്കെ നമ്മുടെ മനസ്സിൽ കിടക്കുക. അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്ഷിപ്പിനെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. കാര്യം എൻ്റെ അമ്മയുടെ അമ്മ പറയാം, അമ്മയുടെ അമ്മ കല്യാണം കഴിഞ്ഞ ഉടനെ വീട്ടിൽ വൈകുന്നേരം എനിക്ക് തോന്നുന്നു മദ്യസദസ്സുകളായിരിക്കും, തീർച്ചയില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയില്ല നമ്മുടെ അടുത്ത്, കുട്ടികളുടെ അടുത്ത്. അപ്പൊ പറയുന്നത് അവരുടെ ഹസ്ബൻഡിന്റെ, അതായത് എൻ്റെ അപ്പൂപ്പൻ, അദ്ദേഹം ഒരു വക്കീലായിരുന്നു, ഫ്രണ്ട്സ് എന്ന വൈകുന്നേരം വീട്ടിൽ വന്ന് എന്റെ സംശയം ഇതാണ്. പക്ഷെ അങ്ങനെ ഒരു മദ്യം എന്നൊരു വാക്ക് എൻ്റെ അമ്മ ഉപയോഗിച്ചിട്ടേ ഇല്ല. അപ്പം എനിക്ക് തോന്നുന്നു അവിടെ വൈകുന്നേരം നമ്മൾ പറയില്ലേ, എന്നിട്ട് വൈകുന്നേരം കൂടൽ എന്നുള്ള തോന്നുന്നു. അപ്പൊ അവിടെ അങ്ങനെ അപ്പൊ ഇവരിൽ നിന്നും ഞാൻ മദ്യം സംസാരിക്കും കാര്യം, അമ്മ എപ്പോഴും പറയുമായിരുന്നു, ഞാൻ മറ്റേ അമ്മ എന്നാണ് വിളിക്കുന്നത്, എൻ്റെ അതർ അമ്മ എന്നുള്ള രീതിയിൽ. ഞാൻ അമ്മയെ പോലത്തെ കാര്യമുണ്ട്, മറ്റേ അമ്മ എന്നാണ് അവർ വിളിച്ചത്. അപ്പൊ അവർ പറയും ഇത് കൂട്ടത്തിൽ ഒരു വ്യക്തി ഇതിലൊന്നും പങ്കെടുക്കില്ല. അപ്പൊ ഇതിലൊന്നും പങ്കെടുക്കുന്നില്ല പിന്നെ ഞാൻ വളർന്നപ്പോൾ എനിക്ക് തോന്നുന്നപ്പം അതെ, ഇതിലൊന്നും പങ്കെടുക്കില്ല, കൂടുതലും കൂടി ഇരുന്ന് സംസാരിക്കുന്ന, അപ്പൊ അതിലൊന്നും പങ്കെടുക്കില്ല. അപ്പൊ മറ്റുള്ളവർ അദ്ദേഹത്തെ കളിയാക്കുമായിരുന്നു, റാഗിയും പോലെ, നമ്മൾ ബുള്ളി ചെയ്യുന്ന പറയില്ല. അപ്പൊ എന്റെ അമ്മമ്മ ചെറുപ്പക്കാരി കല്യാണം കഴിച്ച ഉടനെയാണ്. അപ്പൊ അവരെ വളരെ സെൻസിറ്റീവ് ആയിരുന്നു. അവർക്ക് മനസ്സിലായി ഇദ്ദേഹത്തിനെ ഇത് വളരെയധികം ബാധിക്കുന്നുണ്ട്, ഈ കൂട്ടുകാർ കളിയാക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ വീണ്ടും ഒന്നുകിൽ ചീട്ടുകളി അല്ലെങ്കിൽ മദ്യം, ഇതേതോ ഒന്ന് നമ്മൾ സാധാരണ അന്നത്തെ കാലം ചെയ്തുകൂടാത്ത പ്രവൃത്തികളായിരിക്കും ഒരു. അപ്പൊ അതിൽ ഇദ്ദേഹം പങ്കെടുക്കായിരിക്കും, ഇദ്ദേഹത്തെ കളിയാക്കി. ഒരു ദിവസം ഈ ഫ്രണ്ട്സിന് എല്ലാവരും കൂടെ ഒരു കത്ത് എഴുതി എന്ന് പറഞ്ഞു. തുടങ്ങുന്ന ഇങ്ങനെയാണ്: ബോൺ ആൻഡ് ബോട്ടപ്പ് ഇൻ എ പയസ് ഫാമിലി. അത് ഭക്തിയുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട്, ഇംഗ്ലീഷിലാണ് അന്നത്തെ സീരിയസ് കോൺവെർസേഷൻ ഫ്രണ്ട്സ് തമ്മിൽ ഇംഗ്ലീഷ്. അപ്പോൾ ആ കത്ത് അവരുടെ മനസ്സിനെ വളരെയധികം, അപ്പൊ അത് എനിക്ക് എപ്പോഴും എന്നെ കുറിച്ച് ആ കത്തിനെ കുറിച്ച് പറയുമായിരുന്നു, ഇങ്ങനെ അങ്ങനെ വായിച്ച സംഭവം. അതായത് നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായം കൂടെ ബഹുമാനിക്കണം എന്നുള്ള ഒരു മനസ്സിലായി, പരസ്പര ബഹുമാനം എന്നുള്ള ഇതൊക്കെ ഈ കഥകൾ പറയുമ്പോൾ ഈ പാഠങ്ങൾ പിന്നീട്, അപ്പൊ അതുകൊണ്ടായിരിക്കാം ഈ സൗമ്യത സൗമ്യതയാണെന്ന് എനിക്ക് പരസ്പര ബഹുമാനം എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അല്ല, ഞാനും അപ്പൊ തീർച്ചയായിട്ടും എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് മാധ്യമ സുഹൃത്തുക്കളുണ്ട്, കുറെ ഈ എഡിറ്റർ പോസ്റ്റിലുള്ള മാധ്യമ പ്രവർത്തകരെ കണ്ടിട്ടുണ്ട്. അപ്പോ ഒരുപക്ഷെ കേരളത്തിന് പുറത്തായതുകൊണ്ടായിരിക്കാം. എന്തായാലും സൗമ്യത എന്ന് പറയാൻ തന്നെ അല്ല, വളരെയധികം സൗമ്യരായ പത്രപ്രവർത്തകർ ഒരുപാട് പേരുണ്ട്. അത് സൗമ്യത എല്ലാത്തിനും ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഇത് മിക്കവാറും നമ്മൾ പത്രം ഓഫീസിൽ ഇടപെടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അലറുകൾ, ഷൗട്ടിങ്ങും ഈ കസ് വേർഡ്സ് ഉപയോഗിക്കുക, ഞാനങ്ങനെ അധികം ഉപയോഗിക്കും. പക്ഷെ വളരെയധികം ഉപയോഗിക്കുന്ന ചിലപ്പോൾ ഞാൻ ഉപയോഗിച്ചില്ല നമ്മൾ അറിയാതെ. അഗ്രസീവായി സംസാരിക്കുന്നത് ഞാൻ കണ്ടു കേട്ടോ. മാതൃഭൂമിയുടെ കാല് ശ്രീകണ്ഠൻ നായരോട്, അപ്പൊ അത് ഞാൻ കണ്ടു. അദ്ദേഹത്തെ ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ ആ ജേർണലിസം ഇതോട്ട് എനിക്ക് യോജിപ്പില്ല എന്നുള്ളതുകൊണ്ട് പറഞ്ഞു ചെയ്ത ഒരു സ്പെഷ്യൽ സ്റ്റോറി കാണിച്ചു. അത് കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു പത്രപ്രവർത്തക ജേർണലിസം എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത സ്റ്റോറി. അപ്പൊ എനിക്കും അങ്ങനെ വലിയ സ്റ്റോറി ഒന്നും ക്ലെയിം ചെയ്യാനില്ല. അപ്പൊ ഞാൻ പക്ഷെ വേറൊരാളെങ്ങനെ ഞങ്ങൾ കാരണമാണ് ഇന്ത്യയില്, അന്നാ എനിക്കത് അദ്ദേഹം പറഞ്ഞ മാധ്യമപ്രവർത്തകർ കാരണമാണ് കേരളത്തിലെ പത്രസ്വാതന്ത്ര്യം നിലനിൽക്കുന്നതെന്ന് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. കണ്ടിട്ടുണ്ടോ അദ്ദേഹത്തെ? അതിനുശേഷം തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തെ പുതുപ്പള്ളി രാഘവൻ എന്ന് പറഞ്ഞ വളരെ പഴയ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായിട്ട് ഒരു അവാർഡ് കായംകുളത്ത് അദ്ദേഹത്തിന് വീട്ടിൽ വെച്ചാണ് എല്ലാ വർഷവും കൊണ്ട്. ഇപ്പൊ 25ാം വർഷത്തെ അവാർഡ് എനിക്കാണ് തന്നത്. അപ്പൊ അന്ന് ഈ ശ്രീകണ്ഠൻ നായർ സ്വന്തം അച്ഛനെ പോലെ കരുതിയിരുന്ന ആളാണ് ഈ പുതുപ്പള്ളി രാഘവൻ എന്ന് പറഞ്ഞത്. അത്ര അടുത്ത ആ കുടുംബമായിട്ട്. അപ്പം അതവിടെ വരികയും ഞങ്ങൾ വളരെ സൗഹൃദമായിട്ട്, അങ്ങനെ പ്രശ്നമൊന്നും അവിടെ വെച്ച് അതിനെക്കുറിച്ച് നമ്മൾ അതിന്റെ മേലൊരു ഈഗോ ഉണ്ടായിട്ടില്ല. ഇല്ല, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടേ ഇല്ല. അത് പ്യൂർലി വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ആ ഇവിടെ വെച്ചാണ്, പിന്നെ രണ്ടാമത് ഇവിടെ വെച്ചും കാണുന്നു. രണ്ട് സമയത്തും അങ്ങനെ വ്യക്തിപരമായ കാര്യമില്ല. അതൊരു ജേർണലിസ്റ്റിനെ കുറിച്ച് അതൊരു ഞാൻ 10ാം ക്ലാസ്സിലായപ്പോൾ ജേർണലിസ്റ്റ് ആവണം തീരുമാനിച്ചാണ്, വളരെ വ്യക്തമായിട്ട്. രണ്ട് ഇതേ ഉള്ളൂ, ഒന്നുകിൽ ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ ജേർണലിസ്റ്റ് ആവണം എന്നുള്ളതായിരുന്നു. ഇത് അതാണ് പറഞ്ഞത്. നമ്മള് അല്ല, ഞാൻ NCC വളരെ ആക്റ്റീവ് ആയിരുന്നു കോളേജിലായപ്പോൾ, കോളേജിൽ തുടങ്ങി. അപ്പോ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഞാൻ ജേർണലിസം പെർസ്യൂ ചെയ്തത്. അപ്പൊ
ജോലിയായിട്ടോ ഒരു ഫൺ ഇതായിട്ടോ അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്തില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇത് വർക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ വേറൊന്നും എനിക്ക് വേറെ ഒരു പ്ലാൻ ബി ഇല്ലായിരുന്നു. ഒരു ആർമി എന്നുള്ളത് ഞാൻ കാര്യം ഞാൻ എക്കണോമിക്സ് ആണ് പഠിച്ചത്. അപ്പൊ അന്ന് ഇപ്പോഴും ഓഫീസർ NDAയിൽ നമ്മൾ പോകണമെങ്കിൽ സയൻസ് എടുക്കണം. സയൻസ് എടുക്കാത്തതുകൊണ്ട് എനിക്ക് ആർമിയിൽ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഒരിക്കലും പറ്റില്ലായിരുന്നു. പിന്നെ അല്ലെങ്കിൽ ഷോർട്ട് സർവീസ് കമ്മീഷനെ പറ്റുള്ളായിരുന്നു. അല്ലാതെ നമ്മൾ പോവുകയാണെങ്കിൽ ഏറ്റവും നല്ല NDA വഴി പോകുന്നില്ല. അപ്പൊ NDA പറ്റില്ലായിരുന്നു. അപ്പൊ പിന്നെ പ്ലാൻ ബി ഇല്ലായിരുന്നു. ഇപ്പൊ ഇത് തന്നെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് പറ്റിയതെന്നാൽ ഇപ്പോഴും ഞാൻ എനിക്ക് 1 വർഷം മുമ്പ് ഞാൻ ജേർണലിസ്റ്റ് അല്ലാതായി. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്ന വേറെ ഒരു ജോലി എനിക്ക് അറിയാൻ ഐ എം കംപ്ലീറ്റ്ലി യൂസ്ലെസ് എന്നുള്ള കാര്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. വേറെ ഒരു ജോലി എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് എനിക്ക് അതിനുള്ള യോഗ്യതയുമില്ല, എനിക്ക് ചെയ്യണം താല്പര്യവുമില്ല. അപ്പൊ അതൊരു വളരെ ഡേഞ്ചറസ് കോമ്പിനേഷൻ. അപ്പൊ നമ്മൾ കംപ്ലീറ്റ്ലി അട്ടർലി യൂസ്ലെസ് എന്നുള്ളത്. പക്ഷെ അതിൽ എനിക്ക് റിഗ്രറ്റ് ഒന്നുമില്ല. ഞാൻ വേണമെന്ന് തന്നെ തീരുമാനിച്ച് ജേർണലിസ്റ്റ്. അതുകൊണ്ട് വളരെ ഫോക്കസ്ഡ് ആയിരുന്നു എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞത്. ഞാൻ എക്കണോമിക്സ് അതിനു വേണ്ടിയാണ് എടുത്തത്. അതിനുശേഷം ഡിഗ്രി എക്കണോമിക്സ് ചെയ്തു. അതിനുശേഷം വേണാട് ബത്തേരി ജോലി ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ ജേർണലിസം ചെയ്ത്. എന്നിട്ട് പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ശരിക്കും ജേർണലിസം കൂടുതൽ അതിൻ്റെ അടുത്ത ലെവലിൽ പഠിക്കാൻ വേണ്ടിയാണ് ഡൽഹിയിൽ പോകുന്നത്. ഡൽഹിയിൽ തന്നെ ടൈംസ് സെന്റർ ഫോർ മീഡിയ സ്റ്റഡീസ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്കൂൾ ഉണ്ടായിരുന്നു, ജേർണലിസം സ്കൂൾ. അവിടെ പഠിക്കുകയും അന്നത്തെ അതൊരു വല്ലാത്തൊരു ഇന്ത്യ ആയിരുന്നു. ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത ഒരു ഇന്ത്യയാണ്. കാര്യം നമ്മൾ ഇന്ന് ജേർണലിസം പഠിക്കണമെങ്കിൽ എന്താണ് ചെയ്യുന്നത്? നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കല്ലേ വേണ്ടേ? അന്നത്തെ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഈ ടൈം സ്കൂളിൽ നിന്ന് ജേർണലിസം അവർ സെലക്ട് ചെയ്യും. അവർ ഓൾ ഇന്ത്യ എക്സാം വെച്ചിട്ട് സെലക്ട് ചെയ്തിട്ട് ഈ സ്റ്റുഡൻസിന് അവർ ഇങ്ങോട്ട് പൈസ കൊടുക്കുകയാണ് പഠിക്കാൻ വേണ്ടി. ആലോചിച്ച് നോക്കി, എന്ത് മനോഹരമായിട്ട് കോൺസെപ്റ്റ് ആണെന്നത്. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഈ ജനതയിലെ സ്റ്റുഡൻസ് എന്തുമാത്രം ഒരു ക്രൂരമായ ഒരു ലോകത്താണ് അവർ ജീവിക്കുന്നത്. അവരവരുടെ ജീവിതവും അവരുടെ മാതാപിതാക്കളുടെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ച് കുട്ടികളെ പൈസയിലേക്ക് പഠിപ്പിക്കുന്നു. എന്നിട്ടും അവർക്ക് ഒരു ഹോപ്പും ഇല്ല എന്നുള്ളത്. പക്ഷെ നമ്മുടെ സമയത്ത്, ഞാൻ പഠിച്ച സമയത്ത് അങ്ങനെയല്ല. നമുക്ക് ഇങ്ങോട്ട് പൈസ തരികയാണ്. അപ്പം എന്റെ റെസ്പോൺസിബിലിറ്റിയാണ് അങ്ങനെ തന്ന ഒരു അപ്പൊ ആ ഒരു പ്രൊഫഷനോട്, ഓർഗനൈസേഷനെക്കാട്ടി പ്രൊഫഷനോട് അത്രമാത്രം നമ്മൾ കമ്മിറ്റഡ് ആയിരിക്കും അങ്ങനെ പഠിക്കുമ്പോൾ. അപ്പൊ അങ്ങനെ അതുകൊണ്ട് അങ്ങനെ എന്നിട്ട് അവരാണ് ഈ ഇത് കഴിഞ്ഞിട്ട് എന്നെ ശരിക്കും ഞാൻ പോകേണ്ടിരുന്ന ബാംഗ്ലൂരാണ്. പക്ഷെ ബാംഗ്ലൂർ എന്തുകൊണ്ട് ഞാൻ അവിടെ 3 മാസം മുമ്പ് അവര് അയക്കും മുമ്പും അവര് നമ്മളെ 1 മാസത്തേക്ക് ഇത് അയക്കും ട്രെയിനിഷിപ്പിന്. അവിടെ ചെന്നപ്പോൾ എനിക്ക് ബാംഗ്ലൂർ എന്തുകൊണ്ടോ ഇഷ്ടപ്പെട്ടില്ല അന്ന്. എന്താണെന്ന് എനിക്ക് അറിയില്ല കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു, അവരോട് ചോദിച്ചാൽ എന്നെ ജയ്പൂർ അയക്കാം. കാരണം നോർത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും ആയിരിക്കണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. ജയ്പൂർ അയക്കാൻ പലരും എന്റെ ജയ്പൂർ ടൈംസ് ഓഫ് ഇന്ത്യ എഡിഷനകത്ത് 90-കളല്ലേ 1990 ജയ്പൂരിൽ അത്ര നല്ലതല്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് കൽക്കട്ടയിലോട്ട് പോകേണ്ട ആള്, എക്കണോമിക് ടൈംസ് കൽക്കട്ടയിലോട്ട് പോകേണ്ട ആള്, അയാൾക്ക് US സ്കോളർഷിപ്പ് അങ്ങനെ കിട്ടുകയും അയാള് US പോയി. അപ്പം അവർക്ക് കൽക്കട്ടയിൽ പെട്ടെന്ന് അപ്പൊ വോളണ്ടിയേഴ്സ് ആരെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചു. എനിക്ക് ജയ്പൂറും കൽക്കട്ട എല്ലാം, ഞാൻ കൽക്കട്ട 2 സ്ഥലത്തും പോയിട്ടില്ല. ജയ്പൂർ പോയിട്ടുണ്ട്, കൽക്കട്ടയിൽ പോയിട്ടില്ല. അപ്പൊ ആദ്യമായിട്ട് പോകുന്നത് രാജീവ് ഗാന്ധി അസാസിനേറ്റ് ചെയ്യപ്പെടുന്നതിന് 2 ദിവസം മുമ്പാണ് ഞാൻ കൽക്കട്ടയിൽ ആദ്യമായിട്ട് ലാൻഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് 1991. പിന്നെ ഈ ഒരു ഇന്റർവ്യൂവിന് ഒരു പ്രത്യേകതയുണ്ട്. താങ്കളുടെ SIRന്റെ ഭാഗമായിട്ട് താങ്കളുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് വെട്ടുകയും അതിന്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ട് പാസ്പോർട്ട് റിന്യൂവലിന്റെ സമയമാകുമ്പോൾ പാസ്പോർട്ട് റിന്യൂവലിന് അപേക്ഷിക്കുന്നു. പക്ഷെ അപ്പോഴാണ് തിരിച്ചറിയുന്നത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്തത് കൊണ്ട് റിന്യൂവലിന് തടസ്സം വരുന്നു എന്നുള്ളത്. അതിനുശേഷം താങ്കൾ കേരളത്തിലേക്ക് ആദ്യമായിട്ട് വരികയാണ്. ആദ്യമായിട്ട് തരുന്ന ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ആണിത്. 91 ആദ്യമായിട്ട് കൽക്കത്തയിൽ എത്തുന്നു എന്ന് പറയുന്നു. ആ സമയത്ത് വിവാഹിതനാണോ? അല്ല, അടുത്ത വർഷം 92 വിവാഹം കഴിക്കുന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ബാലിഗഞ്ചിലേക്ക് പോകുമ്പോ അല്ല, അതിനുശേഷം പറ്റിയത് ഞാൻ 91 കൽക്കട്ട പോകുന്നു, ഇക്കണോമിക് ടൈംസിലായിരുന്നു. പിന്നെ മുംബൈയിലേക്ക് പോയി. അല്ല, അതിനുശേഷം ഞാൻ ഡൽഹിയിൽ ബിസിനസ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ പത്രത്തിന്റെ എഡിഷൻ തുടങ്ങിയപ്പം ഈ ടെലിഗ്രാഫിന്റെ ഉടമസ്ഥർ ആനന്ദബസാർ പത്രിക, അന്ന് ഞാൻ ടെലിഗ്രാഫ് മറ്റൊരു പത്രത്തിലാണ്. അങ്ങനെ ഡൽഹിയിൽ വരുന്നു. എന്നിട്ട് ഡൽഹിയിൽ ഇരുന്നപ്പോൾ അപ്പോഴാണ് ഇന്ത്യ ടുഡേ അവിടെ റീഡർ ഡെസ്കിൽ ഞാൻ ഇന്ത്യ ടുഡേ ബിസിനസ് റീഡർ ഡെസ്കിൽ പോകുന്നു. അവിടെ നിന്ന് പിന്നീട് ഞാൻ ബോംബെയിലോട്ട് ബിസിനസ് സ്റ്റാൻഡേർഡ് അവരും അങ്ങോട്ട് പോകാൻ പറയുന്നു. ഈ ബോംബെയിൽ നിന്നാണ് 1996 ഞാൻ ടെലിഗ്രാഫ് വരുന്നത്. ഞാൻ വിശദമായിട്ട് പറയാൻ കാര്യം, അക്കാലത്ത് നമ്മൾക്ക് അങ്ങനെയായിരുന്നു, ഇപ്പോഴും അങ്ങനെയാണ്. മൊബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റുമാണ്. നമ്മുടെ അതൊരു ജനാധിപത്യത്തിന്റെ ഏറ്റവും നല്ലത്, നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി ജോലി ചെയ്യാന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു ഫ്ലോട്ടിംഗ് ഞാൻ 92 ഞാനും വൈഫും ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ പോലെ പല സിറ്റികളിൽ പോകുന്നു.
പിന്നെ നമ്മൾ 96 സെറ്റിൽ ഡൗൺ ചെയ്യുന്നു. 96 എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് മകനുണ്ടെന്ന് മകള് 96 മകളുണ്ടാകുന്നു. പിന്നെ 2003 മകനുണ്ടാകുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞാണ് നമ്മൾ കൽക്കട്ട അതിനെ സെറ്റിൽ ഡൗൺ ചെയ്യുന്ന തീരുമാനമെടുക്കുക. ഏകദേശം 2004 2005 ഇതാണ് നമ്മുടെ സിറ്റി, നമുക്ക് ഇഷ്ടപ്പെട്ട സിറ്റി എന്ന് എനിക്ക് വളരെ പണ്ടുതൊട്ടേ വളരെ ഇഷ്ടമാണ്. ഫാമിലി എല്ലാം തീരുമാനിക്കുക, അങ്ങനെ സെറ്റിൽ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ 2002 വോട്ടർ ലിസ്റ്റ് നമ്മുടെ പേരില്ലാത്ത കാര്യം. നമുക്ക് അന്ന് അതൊന്നും അല്ല ബോധമല്ല, നമ്മുടെ ജീവിതം അങ്ങനെ കാര്യം ഒരു പുതിയ ഒരു സീറ്റ് നമുക്ക് ആരും ആദ്യമായിട്ട് പോകുന്ന ഒരു സിറ്റി അല്ലേ. അപ്പൊ അവിടെ ഒരു വാടകയ്ക്ക് വേണ്ടി പലപ്പോഴും വാടക മാറേണ്ടി വരും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ബോധരേഷൻ. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ രാത്രി 4 മണിക്കാണ് തിരിച്ചു വരുന്നത്. അല്ല 2026 ഇങ്ങനെ ഒരു SIR വരുന്നു നമുക്ക് അറിയില്ലല്ലോ. അപ്പം അത് മാത്രമല്ല, അന്ന് ഇതൊന്നും ബോധമില്ല. ഇന്ത്യയിൽ ഇതൊന്നും വലിയ പ്രശ്നമല്ല. അങ്ങനെ ഇന്ന് അതില്ലെങ്കിൽ വേറൊരു വർഷം അടുത്ത ഇലക്ഷൻ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഉറപ്പാണ് എല്ലാ കാര്യങ്ങളെ കുറിച്ച്. അത് ടേക്കൺ ഫോർ ഗ്രാൻഡ്. പിന്നെ ഇതിനകത്തൊരു വളരെ ഒരു കൗതുകകരമായ വസ്തുത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1990 ഞാൻ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ ജേർണലിസം സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പൊ അവിടെ നമ്മൾ കോഴ്സ് ഇപ്പോഴത്തെ പോലെ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു, തീസിസ് ഉണ്ട്. കഴിയുമ്പോഴേക്കും നമ്മൾ എല്ലാവരും ഓരോ തീസിസ് അന്ന് അങ്ങനെ തീസിസ് ഉണ്ട്. അപ്പം പറഞ്ഞാൽ വിശ്വസിക്കൂല, എന്റെ തീസിസ് അന്ന് ടെലിഗ്രാഫ് 20 വർഷത്തിന് ശേഷം ടെലിഗ്രാഫിന്റെ ഫ്രണ്ട് പേജ് എങ്ങനെ ഇരിക്കും എന്നാണ് ഒരു അതായിരുന്നു എന്റെ തീസിസ്. അന്ന് നമ്മൾ തിരുവനന്തപുരത്ത് ടെലിഗ്രാഫ് പത്രം വൈകുന്നേരങ്ങളെ കിട്ടൂ, ചിലപ്പോൾ പിറ്റേ ദിവസം കിട്ടുള്ളൂ. സ്റ്റാച്യൂല് ഒരു സാറ് സെലക്ട് ചെയ്തതാണോ ടോപ്പിക്? ടോപ്പിക് ഞാൻ തന്നെ സെലക്ട് ചെയ്തു. പക്ഷെ അന്ന് ഞാൻ ഈ ടെലിഗ്രാഫ് ജോലി ചെയ്യുന്നോ കൽക്കട്ടയിൽ പോകുന്നോ നമുക്കറിയില്ല. അത് എന്നിട്ട് പിന്നീട് എന്തോ ഒരു ട്വിസ്റ്റ് ഇൻ ഫേറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ തീസിസ് ചെയ്ത ഏത് പത്രത്തെ കുറിച്ചാണോ അതിന്റെ തന്നെ ഏറ്റവും എഡിറ്ററായി. അതിന്റെ മുകളിലും പിന്നെ ഫാമിലി, നമുക്ക് പ്രൊഫഷണൽ ജേർണലിസ്റ്റിന് അതിന്റെ മുകളിലൊന്നും ആകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ആയി എന്ന് മാത്രമല്ല, അത് പറയേണ്ട വേറൊരു കാര്യം കൂടെ പറയണം. ആ തീസിസിനൊക്കെ ഇപ്പൊ എവിടെയെങ്കിലും അവിടെ കാണില്ല. അത് ഞാൻ എപ്പോഴും ആരും കാണുകയാണെങ്കിൽ ഞാൻ ആരും അത് ഒളിച്ചു വയ്ക്കുകയോ തീയിടുകയില്ല. കാര്യം ഞാൻ പറഞ്ഞ ഒരൊറ്റ കാര്യം പോലും അതുപോലെ വന്നില്ല. അതിന് കാരണക്കാരൻ ഞാൻ തന്നെയാണ്. ഞാൻ പറഞ്ഞത് 20 വർഷം മുമ്പ് ടെലിഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും ഞാൻ എന്റെ തീസിസ് പ്രൊജക്ട് ചെയ്ത് ആ തീസിസിൽ പറഞ്ഞ ഒരു കാര്യവും സത്യമായിട്ട് വന്നിട്ടില്ല. അത് സത്യമായിട്ട് വരാതിരിക്കാൻ കാരണം ആരാണ്? ഞാൻ തന്നെയാണ്. കാരണം ഞാൻ തന്നെയാണ് ആ മാറ്റങ്ങൾ വരുത്തിയത്. അപ്പൊ അങ്ങനത്തെ ഒരു വളരെ കൗതുകകരമായ കാര്യങ്ങൾ. അതുപോലെ വേറൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, വേണാട് പത്രിക എന്ന ഒരു പത്രത്തിലാണ് ഞാൻ ആദ്യം ജോലി ചെയ്യുന്നത്. തിരുവനന്തപുരം വളരെ ചെറിയ പത്രം. ഇപ്പോഴും പത്രം ഇറങ്ങുന്നുണ്ട്. ആ പത്രത്തിന്റെ ലോഞ്ച് ഡേറ്റും ടെലിഗ്രാഫിന്റെ ലോഞ്ച് ഡേറ്റും സെയിം ഡേറ്റ് ആണ്. ഇയർ അല്ല, ഡേറ്റ് ജൂലൈ 7 2 പത്രങ്ങളും ജൂലൈ 7 ലോഞ്ച് ചെയ്യുക. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വളരെ അപ്പൊ നമുക്ക് പലപ്പോഴും കേൾക്കുമ്പോൾ ഇതൊരു ഡെസ്റ്റിനി ആണോ എന്നൊക്കെ സംശയം. നമ്മളതിലൊന്നും വിശ്വസിക്കുന്നില്ല. എന്നാലും ഇതൊക്കെ പ്രൂവൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, അതല്ല ഞാൻ ഉണ്ടാക്കി പറയുന്ന കാര്യങ്ങളല്ല. അപ്പം ഇങ്ങനത്തെ വളരെ ഇൻട്രസ്റ്റിംഗ്. അപ്പം ടെലിഗ്രാഫ് എന്റെ ജീവിതമായിട്ട് എന്നുള്ള അല്ല, 91 കൽക്കത്തയിൽ പോകുന്നു, പിന്നെ ഡൽഹി, മുംബൈ, പിന്നെ തിരിച്ചു വരുന്നു. അതിന്റെ ഇടയിൽ വിവാഹം കഴിക്കുന്നു. മകൾക്ക് 3 മാസം ഉള്ളപ്പോ കൽക്കത്തയിൽ ശരിക്കും സെറ്റിൽ ആവുന്നതാണ്. പിന്നീട് രണ്ടാമത്തെ മകൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും സെറ്റിൽ ആവുന്നത്. മക്കൾ ശരിക്കും തിരുവനന്തപുരത്തുകാരാണ്, മലയാളിയാണെന്നൊക്കെ പറയുന്നതിനേക്കാൾ കൂടുതൽ കൽക്കട്ടൻസ് എന്ന് പറയാനായിരിക്കും ആഗ്രഹിക്കുന്നത്. വളരെ നല്ല ബംഗാളി സംസാരിക്കും, എഴുതും, വായിക്കും. കാര്യം സ്കൂളിൽ പഠിക്കുന്നുണ്ട്. 2002 തൊട്ട് തുടർച്ചയായിട്ട് ഈ ബലിഗഞ്ചില് അവിടെ ഉണ്ട്. 1999 തൊട്ട് ആ സെയിം അഡ്രസ്സിലുണ്ട്. 2003 തൊട്ട് ഈ സെയിം ഫ്ലാറ്റിലുണ്ട്. മറ്റേ വേറൊരു ഫ്ലാറ്റിലായിരുന്നു, അതേ ബിൽഡിംഗിൽ വേറൊരു ഫ്ലാറ്റിലായിരുന്നു. 1900 മകളുടെ സ്കൂളിന്റെ അടുത്ത്. അതുകൊണ്ടാണ് അവിടെ നിങ്ങൾ ഫ്ലാറ്റ് വാടകയ്ക്ക് താമസിക്കുന്ന കാര്യം. പിന്നെ അവിടെ തന്നെ ഫ്ലാറ്റ് വാങ്ങിക്കുകയും ചെയ്തു. ആ അഡ്രസ്സിലാണ് സാറ് 2005 ആദ്യമായിട്ട് പാസ്പോർട്ട് എടുക്കുന്നത്. 2015 റിന്യൂ ചെയ്യുന്നത് മകൾ അഡ്രസ്സിലാണ് പാസ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ വർഷം റിന്യൂ ചെയ്തത്. ഇപ്പൊ ഞാൻ അതേ അഡ്രസ് തന്നെയാണ് വീണ്ടും റിന്യൂവൽ കൊടുത്തപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത്. അപ്പൊ പാസ്പോർട്ട് പുതുക്കാൻ അതിന്റെ ഒരു മാനദണ്ഡം ഈ വോട്ടർ ID ആണെന്ന് എവിടെയും പറയുന്നില്ല. പല രേഖകളിൽ ഒരെണ്ണം നമ്മുടെ അത് തിരിച്ചറിയൽ രേഖയാണ്, അല്ലാതെ അതിന്റെ ഒരു പാസ്പോർട്ടുമായിട്ട് ബന്ധമില്ല. അങ്ങനെ ഇത് ഉണ്ടാക്കിയിട്ടില്ല. അതായത് താങ്കളെ പോലെയുള്ള ഒരു പരിചിതമായ ഒരു മാധ്യമ പ്രവർത്തകന്, വെറും മാധ്യമ പ്രവർത്തകനല്ല, ഒരു പത്രാധിപരായിരുന്ന ഒരാൾക്ക് ഈ അവസ്ഥ വരുമ്പോൾ രാജ്യത്തെ സാധാരണക്കാരനെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇതിനു ശേഷം രാജ്യം വലിയ രീതിയിൽ ചർച്ച ചെയ്തില്ലെങ്കിലും പല കോണിൽ നിന്ന് ചർച്ച ചെയ്തതാണ്. താങ്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കേരള മുഖ്യമന്ത്രി അടക്കം ബംഗാൾ മുഖ്യമന്ത്രിക്ക് കത്തെഴുതി, എഡിറ്റേഴ്സ് ഗിൽഡ് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു, CPM-ന്റെ സെക്രട്ടറി സംസാരിച്ചു, എഡിറ്റേഴ്സ് ഗിൽഡ് പ്രതിഷേധം അറിയിച്ചു. പിന്നെ വ്യാപകമായ രീതിയിൽ പ്രതിഷേധം ഉണ്ടാവുകയും പാസ്പോർട്ട് ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത്
ഇതൊരു സാങ്കേതികമായി സംഭവിച്ചത് ആണോ, അതല്ല ഈ ഈ സർക്കാരിന്റെ, ഈ ഗവൺമെന്റിന്റെ ആ, പല രീതികളും നമുക്കറിയാം. ഈ ഒരു ദൂഷിതമായ ഒരു നിരീക്ഷണ വലയത്തിലാണ് എല്ലാവരും ഒന്ന് പറയപ്പെടുന്നത്. ആ ഒരു ദൂഷിത നിരീക്ഷണ വലയത്തിൽ താങ്കൾ ഉൾപ്പെട്ടിട്ടുണ്ട്. താങ്കൾ അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അങ്ങനെ എന്നാ ടാർഗറ്റ് ചെയ്ത് കളയാം, അതങ്ങനെയാണോ? ഇല്ല, അത് പറഞ്ഞ നമുക്ക് ഒരിക്കലും അതിന് തെളിവ് കിട്ടാൻ പോകുന്നില്ല. എല്ലാം നമ്മൾ എന്താ ഊഹാപോഹങ്ങളാണ്. അപ്പൊ അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്ന കുറെ പേരുണ്ട്. എന്റെ അടുത്ത് ചോദിച്ചാൽ നമ്മൾ തെളിവില്ലാതെ പറയാൻ പാടില്ല. അപ്പം ആകെ ഒരു തെളിവുള്ളത് അങ്ങനെയാണ് സംശയം. കാര്യം ഈ വിവാദം ഇതെല്ലാം പുറത്തായി ഇതൊരു വിവാദമായ ശേഷം ശേഷം ഒരു ദിവസം ഒരു വ്യക്തി, അദ്ദേഹം ഗവൺമെന്റുമായിട്ട് വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു പഴയ ജേർണലിസ്റ്റ് ആണ്. അദ്ദേഹം ഒരു പോസ്റ്റ് ചെയ്തു, ഈ എഡിറ്റേഴ്സ് ഗിൽഡ് ഇപ്പോ വലിയ രാജഗോപാലിനെ കുറിച്ച് വലിയ കോലാഹലം ഉണ്ടാക്കുന്നു. ഈ രാജഗോപാല് വർഷങ്ങളായിട്ട് പ്രധാനമന്ത്രിയെ നിരന്തരം അവമാനിക്കുകയും ചില വനിതാ മന്ത്രിമാരെ അവഹേളിക്കുകയൊക്കെ ചെയ്തു തലക്കെട്ടുകളിലൂടെ. അന്ന് ഈ എഡിറ്റേഴ്സ് ഗിൽഡിന് എന്ത് രാജഗോപാലിനെ കുറിച്ചൊന്നും ഇവനെ കുറിച്ചൊന്നും പറയാനില്ലായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പൊ അതിനെ പലരും അപ്പൊ അവര് പലരും പല മാധ്യമ നിരീക്ഷകരും അപ്പൊ അന്ന് ഇദ്ദേഹം ഇങ്ങനെ ഒരു ട്വീറ്റ് ചെയ്തപ്പോ ചോദിച്ചത്, ഇതിൽ പരം എന്ത് തെളിവ് വേണം, അതായത് അത് ഇതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് അല്ല എന്ന് പറയാനും പറ്റില്ല, ആണെന്ന് പറയാൻ വേണ്ടി കോൺക്രീറ്റ് പ്രൂഫ് ഇല്ല. പക്ഷെ അല്ല എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഇദ്ദേഹം ഇങ്ങനെ ട്വീറ്റ് ചെയ്തുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഗവൺമെന്റിൽ ചിലരെങ്കിലും എന്നെ അവര് എന്റെ കാര്യങ്ങളിൽ വളരെ തൽപരരായി എന്ന് നമുക്ക് പറയേണ്ടി വരും. നമ്മള് ടാർഗറ്റ് ചെയ്തോ ഇല്ലെന്ന് നമ്മുടെ കാര്യങ്ങൾ തെളിവില്ലാതെ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു അവസരത്തിൽ തെളിവില്ലാതെ പറയാനും പറയാൻ സാധിക്കില്ല. പിന്നെ എന്റെ ഏറ്റവും വലിയ ഇത് 2003 സെപ്റ്റംബർ അവസാനം വരെ ഞാൻ എഡിറ്ററായിരുന്നു. പെട്ടെന്ന് ഓവർനൈറ്റ് ആണ്, 24 മണിക്കൂറിലാണ് എന്നെ എഡിറ്റർ ലാർജ് എന്ന് പറഞ്ഞ് പ്രൊമോഷൻ തന്ന്. ഞാൻ മാധ്യമ പഠനം നടത്തിയ ആള്, അങ്ങനെ ഒരു പോസ്റ്റ് ഞാൻ എന്റെ അറിവില്ലായ്മയാണെന്ന് അറിയില്ല. എഡിറ്ററും ഈ എഡിറ്റർ അല്ല, അങ്ങനെ പോസ്റ്റ് ഉണ്ട്, ഇന്ത്യയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പണ്ട് ഇത് ഉണ്ടാകാൻ കാര്യം ഈ എഡിറ്റർക്ക് മേലെയാണ്. അല്ല, എഡിറ്റർക്ക് മേലെയല്ല, എന്നെ പക്ഷെ പ്രൊമോട്ട് ചെയ്യാണ് ചെയ്തത്. അത് കാര്യം എല്ലാവരുടെ ന്യൂസ് പേപ്പറിൽ എല്ലാവരുടെ ജോലിയും വളരെ വെൽ ഡിഫൈൻഡ് ആണ്. പലപ്പോഴും ചിലരുടെ മിക്കവാറും ഇപ്പൊ ഒരു ബീറ്റ് റിപ്പോർട്ടർ നമ്മൾ പറയുന്ന ക്രൈം റിപ്പോർട്ടർ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ജോലി ക്രൈമിനെ കുറിച്ച് എഴുതുക. സ്പോർട്സ് റിപ്പോർട്ടറിലത്തെ ക്രിക്കറ്റ് റിപ്പോർട്ടർ ക്രിക്കറ്റിനെ കുറിച്ച് എഴുതുക എന്നുള്ളത്. എഡിറ്റർ ലാർജ് എന്ന് പറഞ്ഞാൽ ഏത് വിഷയത്തെ കുറിച്ചും എഴുതാം എന്നുള്ള, അദ്ദേഹത്തിന് ഏത് വിഷയവും കൈകാര്യം ചെയ്യാം എന്നുള്ള ഒരു ഫ്ലെക്സിബിലിറ്റിയും ഒരു മനോവറിന് സ്പേസ് ഒക്കെ ഉള്ള ഒരു മാസത്തിൽ ഒരെണ്ണം അങ്ങനെയൊക്കെയാണോ? അല്ല, എഡിറ്റർ ലാർജ് എന്ന് പറഞ്ഞാൽ ഏത് വിഷയത്തെ കുറിച്ച് എഴുതാം എന്നുള്ളതാണ് ഒരു. രണ്ടാമത് എന്റെ അടുത്ത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത്, നിങ്ങൾക്കൊരു കോളം എഴുതാം, അത് മാസത്തിൽ ഒരിക്കൽ. അത് തസ്തികയായിട്ട് ബന്ധമൊന്നുമില്ല. എഡിറ്റോറിയൽ ഒരു കോളം, മാസത്തിൽ ഒരു കോളം, ഒരു കോളത്തിൽ എടുക്കാൻ മാക്സിമം അതുകൊണ്ട് ഞാൻ പലപ്പോഴും ആ പേര് പറഞ്ഞ് കാര്യം ശമ്പളം കിട്ടുന്നതുകൊണ്ട് ഞാൻ പലയിടത്തും യാത്ര ചെയ്യുകയൊക്കെ ചെയ്തു കോളം എഴുതാൻ വേണ്ടി. അത് അങ്ങനെ ഒരു ഇതുണ്ടായി. എന്നിട്ട് അതിനുശേഷം അത് 2023 ഒക്ടോബറിലാണ് ഇത് ഇങ്ങനെ പ്രൊമോഷൻ തന്ന് ചെയ്തത്. അപ്പൊ എന്റെ കോൺട്രാക്റ്റിൽ വളരെ വ്യക്തമായിട്ടൊരു ക്ലോസ് എഴുതിയിരുന്നു, ഇന്ത്യയിൽ ഏത് സ്ഥലത്ത് നിന്നാണെങ്കിലും ഇദ്ദേഹത്തിന് ജോലിയാണ്. അത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു എന്റെ അറിവിൽ അങ്ങനെ ഒരു ക്ലോസ് ആദ്യമായിട്ടാണ്. ഈ 100 വർഷം പഴക്കമുള്ള ഓർഗനൈസേഷനാണ് ഞാനത് ബസപ്പത്രിക. ടെലിഗ്രാഫ് 45 വർഷം കൊണ്ടേ ആയിട്ടുള്ളൂ. മാനേജ്മെന്റ് ഈ പത്രം അവർക്ക് വേറെ പത്രമുണ്ട്, 100 വർഷത്തിൽ കൂടുതൽ. അപ്പൊ അത് അതിനടുത്തോളം ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട്. മറ്റിടത്തെല്ലാം മറ്റു കോൺട്രാക്റ്റിലും പറയുന്ന നിങ്ങളെ കമ്പനിക്ക് എവിടെ വേണോ പോസ്റ്റ് ചെയ്യാം എന്ന്, അങ്ങനെ ഒരു ക്ലോസ് ഉണ്ട്. പക്ഷെ എന്റെ അങ്ങനെയല്ല, എനിക്ക് തീരുമാനിക്കാം എവിടെ ജോലി ചെയ്യണം എന്നുള്ള കാര്യം. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് അവരെ ശല്യപ്പെടുത്തരുത് എന്നുള്ള. അതെ, എന്ന് മാത്രം. അത് കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞ് ഒരു വർഷം 2 മാസം കഴിഞ്ഞ് ഫെബ്രുവരി മാസത്തിൽ എന്നെ അവർ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ സ്വയം പിരിഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങളുടെ ശമ്പളം കൊണ്ട് നമുക്ക് 4-5 പേരെ ചെറുപ്പക്കാരെ നിയമിക്കാം. അപ്പൊ ഈ അത് അങ്ങനെ കേൾക്കുമ്പോൾ നമ്മളിപ്പോ 34 വർഷമായിട്ട് ഞാൻ ജോലി ചെയ്ത കമ്പനിയാണ്. അപ്പൊ നമുക്ക് അങ്ങനെ കമ്പനിയെ സഹായിക്കാൻ വേണമെങ്കിൽ അങ്ങനെ സഹായിക്കാം എന്ന് പറഞ്ഞ് ഞാൻ പിരിഞ്ഞു പോവുക, അങ്ങനെയാണ് ഉണ്ടായത്. അപ്പൊ ഇതെല്ലാം ഇതൊന്നും ഒരു നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല. കാര്യം ഇത്രയും നാളവിടെ ജോലി ചെയ്ത എനിക്ക് എന്റെ ഒഫീഷ്യൽ റിട്ടയർമെന്റ് 60 ആ കമ്പനിയില് 2000 ശേഷം ജോയിൻ ചെയ്തവരുടെ എല്ലാം 58, 2000 മുമ്പ് ജോയിൻ ചെയ്തവരുടെ റിട്ടയർമെന്റ് 60 ആണ്. ഞാൻ
1996 ടെലിഗ്രാഫിക് ഫോമിലായിട്ട് ജോയിൻ ചെയ്യുന്നത്. 91 അന്തർസാറിലാണ്. അപ്പം 60 60 ആണ്. 60 എന്റെ ഒഫീഷ്യൽ റിട്ടയർമെന്റ് ഏജ്. 3-4 വർഷം കൂടി ഉണ്ടായിരുന്നു. 4 വർഷം കൂടെ ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല അവിടെ സാധാരണ നടക്കുന്ന ഇതനുസരിച്ച് ഒരാള് ഇങ്ങനെ എഡിറ്റർ പോസ്റ്റ് അതിലേക്ക് ഇരിക്കുകയാണെങ്കിൽ അവർ അതിനുശേഷം എക്സ്റ്റൻഷൻ കൊടുക്കാറുണ്ട്. അപ്പം ഇതെല്ലാം അങ്ങനെ എക്സ്റ്റൻഷൻ വേണമെന്ന് ഞാൻ പറഞ്ഞല്ല. ഞാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ എന്നെ എഡിറ്ററിൽ ലാർജ് ആക്കിയപ്പോൾ ഞാൻ തന്നെ എക്സ്റ്റൻഷൻ കൊടുത്ത പെൻഷനായ ഒരാളെയാണ് അവർ എഡിറ്ററായിട്ട് നിയമിച്ചത് എന്റെ ആസ്ഥാനത്ത്. അപ്പൊ ഇതൊന്നും ഒരു നാച്ചുറൽ അവിടെ നടന്ന സംഭവങ്ങളൊന്നും ഒട്ടും സ്വാഭാവികമായിട്ട് സംഭവങ്ങളല്ല. അപ്പൊ അതുകൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് ഇതിനെക്കുറിച്ച് സംശയങ്ങൾ, പക്ഷെ ഇതൊക്കെ സംശയങ്ങളായിട്ട് നിലനിൽക്കുകയുള്ളൂ. അതല്ലെങ്കിൽ ഏതെങ്കിലും ഇതിനകത്ത് ഡയറക്റ്റായിട്ട് അറിവുള്ള 1-2 പേരുണ്ട് കമ്പനിക്കകത്ത്. അവര് പറയണം, ഒരിക്കലും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങള് നിരന്തരം കാണുന്ന ഒരു പത്രമല്ല ടെലഗ്രാഫ്. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ, സാറിനെ മാറ്റിയതിന് ശേഷം എഡിറ്റോറിയൽ പോളിസിയിൽ വ്യത്യാസം വന്നോ? പത്രത്തിന്റെ തലക്കെട്ടൊക്കെ സാധാരണ തലക്കെട്ടായി മാറിയോ? അല്ല, അത് ഞാൻ പത്രം അതിങ്ങനെ അധികം കാണാറില്ല. ആരെങ്കിലും എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് എന്റെ കൂടെ ജോലി ചെയ്തവരോ അല്ലെങ്കിൽ ഇപ്പൊ അവിടെ ജോലി ചെയ്യുന്നവർ ചിലർക്ക് എന്തെങ്കിലും മെസ്സേജ് ചെയ്യുമല്ലോ എപ്പോഴും. അപ്പൊ അവര് പറയും ഇങ്ങനെ പത്രം നോക്കിയിട്ട് ആ തലക്കെട്ടിനെ കുറിച്ച് അഭിപ്രായം പറയും, അല്ലെങ്കിൽ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ജനറലായിട്ട് കമന്റ് ചെയ്യാറില്ല. സ്പെസിഫിക് ആയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അത്ര വിശ്വസ്തനാണ് എന്റെ ഞാൻ മറുപടി പറയത്തോടെ. അല്ലാതെ നമ്മൾ ഒരു പത്രത്തിനെ കുറിച്ച് മറ്റുള്ളവർ അത് അവർ സ്വയം വായിച്ച് തീരുമാനിക്കേണ്ട ഇതല്ലേ. ഈ എഡിറ്റേഴ്സ് ഗിൽഡ് അനുകൂലമായി പറഞ്ഞല്ലോ സാർ പറഞ്ഞല്ലോ, അന്നത്തെ ഈ വനിതാ മന്ത്രിയൊക്കെ ആക്ഷേപിച്ച സമയത്ത് നിങ്ങൾ എഡിറ്റേഴ്സ് ഗിൽഡ് എവിടെയായിരുന്നു എന്നൊക്കെ. എനിക്ക് തോന്നുന്നു സ്മൃതി ഇറാനിയെ ആന്റി തലക്കെട്ടായിരിക്കും. ആന്റി നാഷണൽ തലക്കെട്ടാണ്. ശരിക്കും ഒരിക്കലും അവരെ അവഹേളിക്കാൻ വേണ്ടിയോ സ്ത്രീത്വത്തെ അവഹേളിക്കാൻ വേണ്ടിയോ ഒന്നും ചെയ്തതല്ല. അത് വളരെ പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു ഹെഡ്ലൈൻ, പൂർണ്ണമായും രാഷ്ട്രീയമായിട്ടുള്ളൊരു ഹെഡ്ലൈൻ ആയിരുന്നു. അതായത് ആ ഹെഡ്ലൈൻ കൊണ്ട് അവർ അന്നത്തെ 2016-17 ആ സമയത്താണ് JNU ക്യാമ്പസിൽ പ്രശ്നം നടക്കുന്നു. രോഹിത് വെമുലയുടെ മരണം സംഭവിച്ച ശേഷം അപ്പം അന്ന് ഈ സ്മൃതി ഇറാനി പാർലമെന്റിൽ വളരെ വികാരപരമായ ഒരു പ്രസംഗം ചെയ്തു. അപ്പൊ അതിനെക്കുറിച്ചാണ് അത് രാഷ്ട്രീയമായിട്ടുള്ള തലക്കെട്ടായിരുന്നു. പക്ഷെ പിന്നീട് എൻ്റെ അടുത്ത് പലരും വനിതകളടക്കം, പ്രത്യേകിച്ച് ഞാൻ കോഴിക്കോട് മാതൃഭൂമി ഓഫീസിൽ അവിടുത്തെ ജേർണലിസ്റ്റോട് ഇന്ററാക്ട് ചെയ്തപ്പോൾ ഒരു വനിതാ ജേർണലിസ്റ്റ് പറഞ്ഞു, നിങ്ങൾ എന്ത് പറഞ്ഞാൽ ശരി, അതൊരു സെക്സിസ്റ്റ് ഹെഡ്ലൈനാണ്, അതുകൊണ്ട് എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ഞാൻ അക്സെപ്റ്റ്, ഞാൻ ഐ വിൽ നോട്ട് വിഡ്രോ. ഞാൻ ആ ഹെഡ്ലൈൻ വിഡ്രോ ചെയ്തു. ഞാൻ എഡിറ്റർ ചെയ്യുന്ന ഞാൻ പറഞ്ഞു വിഡ്രോ പിൻവലിക്കുകയൊന്നുമില്ല. പക്ഷെ ഐ ടേക്ക് എ പോയിന്റ്. ഇപ്പൊ നിങ്ങൾ ഒഫൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ വിൽ നോട്ട് ഗീവ് അനദർ ഹെഡ്ലൈൻ ലൈക്ക് ദാറ്റ് എന്നൊരു. അപ്പൊ ഇപ്പോഴും ഞാൻ ആ സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. ഞാൻ ഐ എം 110% കൺവിൻസ്ഡ് ദാറ്റ് ഞാൻ സീറ്റ് അവമാനിക്കാനോ അതിനു വേണ്ടി ചെയ്തതല്ല. പക്ഷെ മറ്റൊരു സ്ത്രീ അങ്ങനെ അവര് ഒഫൻഡഡ് ആയി എന്ന് പറഞ്ഞാൽ ഐ റെസ്പെക്ട് ദാറ്റ് സെന്റിമെന്റ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇന്നിപ്പോ ഐ പ്രോബബ്ലി വിൽ നോട്ട് ഗീവ് സച്ച് എ ഹെഡ്ലൈൻ. പക്ഷേ ഐ സ്റ്റാൻഡ് ബൈ ദാറ്റ് ഹെഡ്ലൈൻ. സ്മൃതി ഇറാനി ഇന്ന് അത്ര സജീവമല്ല, ഇൻഫ്ലുവൻഷ്യൽ അല്ല. അത് ദാറ്റ്സ് ഇമ്മെറ്റീരിയൽ. ഇപ്പൊ അവരുടെ സ്ത്രീത്വത്തെ കുറിച്ച് ഒഫൻഡഡ് ആയി എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സെന്റിമെന്റ് റെസ്പെക്ട് ചെയ്യണമെന്ന് ഞാൻ പറയണം. നമ്മൾ ഡിസ്മിസ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ പറയുന്ന പല ഹെഡ്ലൈനും ചിലപ്പോ എന്റെ കൂടെ ഉള്ളവർക്ക് തന്നെ ഇഷ്ടപ്പെട്ടില്ല. ഈ ആന്റി നാഷണൽ ഹെഡ്ലൈൻ വന്ന സമയത്ത് 2 ദിവസം കഴിഞ്ഞ് എന്റെ ഒരു കൊളീഗ്, ഒരു ലേഡി കൊളീഗ് ഒന്ന് പറഞ്ഞു, ഇത് എന്നോട് യോജിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുണ്ട്. അപ്പൊ ഞാൻ പറയാം, നിങ്ങൾ നേരത്തെ അന്ന് പറഞ്ഞിരുന്നെങ്കിൽ അപ്പൊ എനിക്ക് അവരുടെ ഓഫ് ഡേ അങ്ങോട്ട് ആയതായിരിക്കും. അവരെ കണ്ടില്ല. അവർ കണ്ടെങ്കിൽ പറയുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പറയുന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ഹെഡ്ലൈൻ ഒരിക്കലും കൊടുക്കൂലായിരുന്നു നമ്മള്. പക്ഷെ എനിക്കങ്ങനെ അന്ന് കൊടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയല്ലേ ഇതൊരു ഇങ്ങനെ ഒരു ഹെഡ്ലൈൻ ആയിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നത്. കാര്യം അന്ന് ഈ BJP-യിലുള്ള പല നേതാക്കളും അവരെ ക്രിട്ടിസൈസ് ആന്റി നാഷണൽ എന്ന് പറഞ്ഞത്. അപ്പൊ ആ ആന്റി എന്നുള്ളതിന്റെ പേരിൽ AU നാക്കി ഇവരെ നമ്മൾ കളിയാക്കിക്കൊണ്ട്. കാര്യം അന്ന് ഈ മന്ത്രി പറഞ്ഞത് രോഹിത് വെമുല എനിക്കൊണ്ടോ 6-7 പ്രാവശ്യം ചൈൽഡ് എന്ന് പറഞ്ഞു ഒരു കുഞ്ഞ്. രോഹിത് വെമുല വളരെ നല്ലൊരു സ്കോളർ ആയിരുന്നു. അദ്ദേഹത്തെ ചൈൽഡ് എന്ന് പറഞ്ഞ് വിളിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ രോഹിത് വെമുല ചൈൽഡ് എന്ന് വിളിച്ചപ്പോ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ ഹെഡ്ലൈൻ, അതായത് BJP-യിൽ നരേന്ദ്രമോദിയും അമിത്ഷായും കഴിഞ്ഞാൽ ഹിന്ദുത്വത്തിന്റെ ഏതാണ് നമ്പർ 3 പൊസിഷനിന്റെ ഒരു ഫൈറ്റ് ആയിരുന്നു എന്നാണ് നമ്മൾ സ്റ്റോറി അതിനകത്ത്. അപ്പൊ അത് ഉദ്ദേശിച്ചാണ് നമ്മൾ കൊടുത്തത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
ഒരു ഡിസന്റ് പ്രകടിക്കാൻ പറ്റുന്ന ഒരു ഡെസ്ക് ആണെങ്കിൽ അവർക്ക് പറയാം. പല ഹെഡ്ലൈനും പലരും എന്റെ കൊളീഗ്സ് പ്രത്യേകിച്ച് ഹർഷിത കല്യാൺ എന്ന് പറഞ്ഞ എന്റെ ഡെപ്യൂട്ടി എഡിറ്റർ ആയിരുന്നു. ഞാൻ എൻ്റെ പലർക്കും ഡെപ്യൂട്ടി എഡിറ്റർ. അവര് വളരെ ശക്തമായ രീതിയിൽ പല ഹെഡ്ലൈനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പല ഹെഡ്ലൈൻ അവർ ഒപ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒപ്പോസ് ചെയ്യുന്ന സമയത്തെല്ലാം ഞാൻ എന്റെ ജഡ്ജ്മെന്റിനെക്കാട്ടി അവരുടെ ജഡ്ജ്മെന്റിനെ ട്രസ്റ്റ് ചെയ്യുന്നു. കാര്യം അവരുടെ പൊളിറ്റിക്കൽ ഇൻസ്റ്റിങ്സും ഒരു ജേർണലിസ്റ്റ് എന്ന രീതിയിൽ അവരുടെ ഹിസ്റ്ററിയെ കുറിച്ചുള്ള നോളജും മറ്റു കാര്യങ്ങളും, ഇന്ത്യൻ പൊളിറ്റിക്കൽ ഹിസ്റ്ററി, അത് എന്നെക്കാട്ടി കൂടുതൽ അവർക്ക് ഉള്ളതെന്ന് അറിയാവുന്നതുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും ഞാൻ ആർഗ്യൂ ചെയ്യാതെ തന്നെ, കാര്യം അവർ കാര്യമില്ലാതെ പറയാം. അത് നമ്മൾ ട്രസ്റ്റ് ഉണ്ടാക്കുന്നത് വർഷങ്ങളായിട്ട്. ഞാൻ ഏകദേശം 30 വർഷം അവരുടെ 28 വർഷം പണി ചെയ്തതാണ്. അപ്പൊ നമുക്കറിയാം അവരുടെ മനസ്സെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ പലപ്പോഴും അവർ പറയുമ്പോൾ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യാണ്. പക്ഷെ വേറെ ചിലർ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ അവരുടെ അത്രയെങ്കിൽ എനിക്ക് പരിചയം അപ്പൊ ആർഗ്യുമെന്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു ഷൗട്ട് അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. അതൊരു ഹെൽത്തി സൈനായിട്ട് ഞാൻ കണക്കാക്കുന്നുള്ളൂ. ഇന്നത്തെ ന്യൂസ് റൂമുകളിൽ അങ്ങനെ ഉണ്ടാകുമെന്നോ ഉണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. പല പത്രങ്ങളും കാണുമ്പോൾ യാതൊരു ഇൻട്രസ്റ്റും ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുമ്പോൾ. എല്ലായ്പ്പോഴും എനിക്ക് തോന്നുന്നത് സാറ് എഡിറ്റർ ആയതിനു ശേഷമാണ് ഇങ്ങനെ ഒരു തലക്കെട്ടുകളിലൊരു മാറ്റം വന്നതെന്നുള്ളത്. അപ്പൊ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു തലക്കെട്ട് കൊടുത്തപ്പോ അത് ശ്രദ്ധിക്കപ്പെടുന്നു. അങ്ങനെ അപ്പൊ ശ്രദ്ധിക്കപ്പെട്ടതോടെ എന്നാൽ ഇനി ടെലഗ്രാഫിന്റെ ഒരു USP ഇതേ രീതിയിൽ പോകട്ടെ എന്ന് വിചാരിച്ച് പിന്നീട് അങ്ങോട്ട് ഇതുപോലെ ഇപ്പൊ ഒരുപാട് സാധനങ്ങൾ ഇപ്പൊ ശരിക്കും സത്യത്തില് ഞാൻ കൊണ്ടുവന്നൊരു ചേഞ്ച് അല്ല ഇത്. ടെലിഗ്രാഫ് ഇങ്ങനെയുള്ള ഹെഡ്ലൈനുകളിൽ അറിയപ്പെടുന്നതാണ്. അഗ്രസീവ് സാധനം. അതെ, ഞാൻ ഉദാഹരണം അപ്പൊ അത് തന്നെ ഞാൻ പറയും. തലക്കെട്ടെന്ന് പറഞ്ഞാൽ ഒരു ക്രാഫ്റ്റ് ആണെന്നുള്ളത് ടെലിഗ്രാഫിൽ പണ്ട് തൊട്ട് എല്ലാ പത്രങ്ങളും ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ ടെലിഗ്രാഫ് മാത്രമല്ല. ഉദാഹരണത്തിന് ഞാനന്ന് കോളേജിൽ പഠിക്കുന്നതാണ്. ഇന്ദിരാഗാന്ധി വധിക്കപ്പെടുന്ന ദിവസം പിറ്റേ ദിവസം. കാരണം MJ അക്ബറാണ് ടെലിഗ്രാഫിന്റെ ഫൗണ്ടർ, അദ്ദേഹമാണ് സോൺ എഡിറ്റർ. അക്ബർ തന്നെ കൊടുത്ത ഹെഡ്ലൈനാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല, ഞാൻ കണ്ടിട്ടില്ല, ദൂരെ തന്നെ കണ്ടുള്ളൂ. ഇപ്പൊ ഞാൻ സംസാരിച്ചില്ല, എനിക്ക് പരിചയമില്ല അദ്ദേഹത്തെ. അപ്പൊ അദ്ദേഹം ഒന്ന് കൊടുത്തത് ഇന്ദിര അസാസിനേറ്റഡ് നേഷൻ വൂണ്ടഡ് എന്ന് പറഞ്ഞു. അപ്പം വലിയ ബോൾഡ് ഇതിനകത്ത്. പിന്നെ അതുപോലെ അവിടെ ഒരു ജയിൽ ടോർച്ചർ, ജയിലിനകത്ത് അണ്ടർ ട്രയൽസിനെ വിചാരണ തടവുകാരെ ടോർച്ചർ ചെയ്ത് മർദ്ദിക്കുന്നു. അതൊരു ഇത് വന്നപ്പോൾ വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റ് ഒരു കമ്മീഷനെ നിയോഗിച്ചു. കമ്മീഷൻ റിപ്പോർട്ട് പുറത്താകും മുമ്പ് തന്നെ ടെലിഗ്രാഫ്, അതും അക്ബറിന്റെ സമയത്താണ്, ഞാനന്ന് കോളേജ് പഠിക്കുന്ന സമയത്ത്. അപ്പൊ അന്ന് അദ്ദേഹം കൊടുത്ത ഹെഡ്ലൈൻ, അന്ന് ജ്യോതി ബസു ആയിരുന്നു ചീഫ് മിനിസ്റ്റർ. അപ്പൊ ഇഫ് യു ഹവ് എനി ടീയേഴ്സ് മിസ്റ്റർ ബാസു ഷെഡ് ഇറ്റ് ഫോർ ദം, അത് ഷേക്സ്പിയറിന്റെ എടുത്ത അപ്പൊ ഇങ്ങനെയുള്ള ഇത് ഹെഡ്ലൈൻസ് ടെലിഗ്രാഫ് മാത്രമല്ല, വേറെ സ്റ്റേറ്റ്സ്മാൻ കൊടുക്കുക. പക്ഷെ പറ്റിയത് 2016 ഈ ഞാനുള്ള ടെലിഗ്രാഫിന്റെ ഹെഡ്ലൈൻ, ഞാനൊന്ന് ഡെപ്യൂട്ടി എഡിറ്ററാണ്, കാര്യങ്ങൾ ആളുകൾ ശ്രദ്ധിക്കുന്നത്. അതിന് പ്രധാന കാരണം ഒന്ന് സോഷ്യൽ മീഡിയ. അപ്പോഴാണ് സോഷ്യൽ മീഡിയ പണ്ട് കാലത്ത് ഈസ്റ്റ് ഇന്ത്യ പേപ്പർ പിറ്റേ ദിവസം പലപ്പോഴും ഡൽഹിയിൽ പോലും എത്താറുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നം ഒന്ന് സോഷ്യൽ മീഡിയ, രണ്ട് ആ സമയത്താണ് നമ്മുടെ മിക്ക മാധ്യമങ്ങളിൽ ഒരു വല്ലാത്തൊരു വിധേയത്വം സർക്കാരിന്റെ മേലിൽ പ്രകടിപ്പിച്ചു തുടങ്ങിയത്. അപ്പൊ അവരത് നിർത്തി. ഇങ്ങനെ അവരുടെ സ്കിൽസ് കാണിക്കുന്നത് ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. പലപ്പോഴും പല മലയാള പത്രങ്ങളിലും ഇങ്ങനത്തെ ഹെഡ്ലൈനും മറ്റു കാര്യങ്ങളും അവർ ട്രൈ ചെയ്യുന്ന സ്പോർട്സ് പേജസുകളിലാണ്. കാരണം റിസ്ക് ഇല്ല അതിനകത്ത്. സ്പോർട്സ് ആണ് നമ്മുടെ ഏറ്റവും ക്രിയേറ്റിവിറ്റി കാണിക്കാൻ പറ്റുന്നത്, എന്നാൽ റിസ്ക് ഏറ്റവും കുറഞ്ഞതും സ്പോർട്സിനകത്താണ്. അപ്പൊ അന്നും അങ്ങനെ പന്തപ്പോഴാണ് ആളുകൾ ശ്രദ്ധിക്കുക. അപ്പം ഞാൻ പലതവണ ആവർത്തിച്ചിട്ടുള്ളതാണ്, എന്നാലും അതിനെക്കാട്ടൊരു ആപ്റ്റ് ഇതില്ല. ഈ മൂക്കില്ല രാജ്യത്ത് മുറിമുക്കൻ രാജ്യത്ത്, ആരും ചെയ്യാത്ത സ്ഥലത്ത് നമ്മൾ ചെയ്യുമ്പോൾ അത് ആളുകൾ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നെ താങ്കൾ പറഞ്ഞ ആ ഒരു ഫാക്ടർ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു ജേർണലിസ്റ്റിന്റെ അൾട്ടിമേറ്റ് എയിം എന്താണ്, അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ മാക്സിമം ആളുകൾ കാണുക എന്നുള്ളതാണ്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ അത് ഇനി വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലത്. കാര്യം ഈ തെറി വിളിക്കുന്ന മറ്റു കാര്യം ഞാൻ അറിയാറില്ല. അപ്പൊ ഈ തെറി വിളിക്കുന്നതൊക്കെ വെറുതെയാണ്. അത് ഈ കാറ്റിൽ പോകുന്ന പോലെ ഞാനൊന്നും കേൾക്കാറില്ല എന്നുള്ളത്. ഈ പാസ്പോർട്ട് പുതുക്കാൻ പറ്റാതിരുന്നതിന്റെ ഭാഗമായിട്ട് US മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല എന്നുള്ളത് ഒരു വ്യക്തിപരമായ വൈകാരികമായിട്ടൊരു വിഷമം ഉണ്ടാക്കി. മാത്രമല്ല തന്റെ ഇത്രയും കാലം
ജീവിച്ച സ്ഥലത്ത് മാത്രമല്ല 2002 താങ്കളുടെ പിതാവിന് പോലും 2002 ലിസ്റ്റിലില്ല, ആ കട്ട് ഓഫിലില്ല എന്നുള്ളതാണ്. അതെ. അപ്പൊ ഒരു അസ്തിത്വം തെളിയിക്കേണ്ട ഒരു സാഹചര്യം വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കി. അതാണ് മകളുടെ വിവാഹത്തിനെ കാട്ടി കാര്യം. മകളുടെ വിവാഹം തീർച്ചയായിട്ടും എനിക്ക് പോകാൻ പറ്റില്ലായിരുന്നു, വേണമെന്ന് വിചാരിച്ചില്ല. ഏപ്രിൽ 17 മകൾ കല്യാണം കഴിക്കുന്നത്. അപ്പൊ ഞാൻ പാസ്പോർട്ടിന് അപേക്ഷിക്കുന്ന ഫെബ്രുവരി 27 എനിക്ക് പാസ്പോർട്ട് കിട്ടുന്നത് ജൂലൈ 4 5 അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് പോകാൻ പറ്റില്ലായിരുന്നു ഏപ്രിൽ 17. പക്ഷെ അത് ഭയങ്കര ഒരു സംഭവമായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല. എന്റെ മകളും അങ്ങനെ കരുതുന്നില്ല. കാര്യം ഞാൻ പോണെന്ന് തന്നെ തീർച്ചപ്പെടുത്തിയിരുന്നില്ല. കാര്യം ഇത്രയും ദൂരം സഞ്ചരിക്കും. എന്റെ ഭാര്യ പോയിരുന്നു, കുട്ടിയുടെ അമ്മ പോയിരുന്നു. ഞാൻ പോണെന്ന് തന്നെ ഞാൻ ടിക്കറ്റ് ഒന്നും എടുത്തിരുന്നില്ല സത്യം പറയുകയാണെങ്കിൽ. പക്ഷെ ഞാൻ പറയുന്നത് എനിക്ക് പോണെന്നുണ്ടായിരുന്നെങ്കിൽ പോലും പറ്റില്ല. കാര്യം അന്ന് എനിക്ക് പാസ്പോർട്ട് റിന്യൂ ആയിട്ടില്ല. അപ്പൊ അതൊരു ഫാക്ട് തന്നെയാണ്. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്ത് താങ്കൾ പറഞ്ഞ കാര്യം തന്നെയാണ്. പെട്ടെന്ന് നമ്മളൊരു അസ്വസ്ഥം ഇല്ലാത്ത, ഐഡന്റിറ്റി ഇല്ലാത്ത ഒരാളായിട്ട്, അല്ലെങ്കിൽ ഒരു ഹാഫ് സിറ്റിസൺ എന്ന രീതിയിൽ മാറിയതുപോലെ നമ്മുടെ ഉള്ളിൽ എത്രയൊക്കെ പറഞ്ഞാൽ അത് ഗവൺമെന്റ് പാസ്പോർട്ട് സിറ്റിസൺഷിപ്പിന് രേഖ അല്ല എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആണ്. അപ്പൊ അതില്ലെങ്കിൽ എന്തോ ഒരു ന്യൂനത അല്ലെ, എന്തോ ഒരു കുറവാണ്, നമുക്ക് കുറവുള്ളതുകൊണ്ട്. അപ്പൊ നമ്മൾ ഉൾവലിയാൻ തോന്നും ഉള്ളിലേക്ക്. നമുക്കൊരു അവകാശബോധമോ നമുക്ക് എന്തോ പ്രശ്നമുണ്ടെന്നൊരു തോന്നലുണ്ടാകും. അത് വളരെ വലിയൊരു ഇഷ്യൂ തന്നെയാണ്. ഒരു ആ പ്രശ്നങ്ങൾ. എന്റെ ഒരു ഇപ്പോഴത്തെ വലിയ തിരക്കുള്ള ഒരു ദിവസമായിരുന്നു. ഞാൻ എന്റെ ചോദ്യം, ഈ ഇന്ത്യയിലെ ഈ സമകാലിക ജനാധിപത്യത്തില് അതിലെങ്ങനെയാ അതൊരു ആശാവഹമായിട്ടുള്ള എന്തെങ്കിലും ജനാധിപത്യത്തിൽ ആശാവഹമായ പ്രതീക്ഷ ഉണ്ടോ എന്നല്ല എന്റെ ചോദ്യം. ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ SIR തന്നെ അത് തന്നെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്. അത് എങ്ങനെയാ സാർ അതിനെ കാണുന്നത്? ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ ഇപ്പോഴും ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരു പോരാട്ടമാണല്ലോ. ഒരു BJP ഒറ്റക്കൊരു സ്ഥലത്ത് നിൽക്കുന്നു, ബാക്കി പ്രതിപക്ഷം എന്ന് പറയുന്നത്, പ്രതിപക്ഷ ഐക്യം ഉണ്ടോ എന്നുള്ളത് വേറൊരു കാര്യം, മറ്റു മറുചേരിയിൽ നിൽക്കുന്നതാണ്. അപ്പോ ഈ മറുചേരിയുടെ ഭാഗത്ത് നിന്നിട്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഒരു തിരിച്ചുവരവിന് സാധ്യതയുണ്ടോ? ഇപ്പൊ ഈ നമ്മളെപ്പോഴും ജനാധിപത്യത്തെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു, എന്നാൽ നമ്മൾ വിഭാവനം ചെയ്ത, ഭരണഘടന വിഭാവനം ചെയ്ത ജനാധിപത്യത്തിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നിരന്തരം ലംഘിക്കപ്പെടുന്നു, അതിന് ധ്വംസനം നടത്തപ്പെടുന്നു, പൗരാവകാശ ലംഘനങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ഇത് തിരിച്ചു പിടിക്കാനുള്ള, അല്ലെങ്കിൽ തിരിച്ചു പിടിക്കപ്പെടും എന്നുള്ള ആശാവഹമായൊരു പ്രതീക്ഷ അങ്ങ് പുലർത്തുന്നുണ്ടോ? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ചോദിച്ചതെങ്കിൽ ചിലപ്പം ഒട്ടും ആശയില്ല എന്ന് പറയുമായിരുന്നു. പക്ഷെ നമുക്കറിയാം ജനതാദളിലൊക്കെ സംഭവിച്ചോണ്ട് തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. കാര്യം പ്രതീക്ഷയില്ലെങ്കിൽ നമുക്ക് ഒന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. പിന്നെ പ്രതീക്ഷയ്ക്ക് പ്രധാന കാരണം ഈ ജനതാദളിലൊക്കെ ഒരു കാരണമാണെങ്കിൽ, പ്രധാനമായിട്ടുള്ള ഈ സർക്കാർ അവരെന്തിനെയൊക്കെ ഭയക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അത് എന്തിനാണ് ഭയക്കുന്നത് എനിക്ക് മനസ്സിലായി. ഈ സർക്കാർ ഫൈനലി അവസാനമായിട്ട് അവർ ഭയക്കുന്നുണ്ട്. നല്ല തെളിവാണ് ഈ പ്രധാനമന്ത്രി രാത്രി 12 മണിക്ക് എണീറ്റ് ഇൻസ്റ്റാഗ്രാം വരുന്നതും മറ്റു കാര്യങ്ങളെല്ലാം. അപ്പൊ ഇതെല്ലാം ചില സയൻസ് ആണ്. അപ്പൊ ഇത് എങ്ങോട്ട് പോകും എന്ന് നമുക്കറിയില്ല. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ആശാവഹം തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുമെന്നാണ്. പക്ഷെ അടുത്ത വർഷം ഇതേ സമയത്ത് നമ്മൾ വീണ്ടും സംസാരിക്കുകയാണെങ്കിൽ ഇതിന് ഘടകവിരുദ്ധമായിട്ട് എല്ലാ പ്രതീക്ഷയും നശിച്ച ഒരു മോഡിലേക്ക് നമ്മളെ കാണുന്നത്. അതൊരു ഡൈനാമിക് പ്രോസസ്സാണ്. നമുക്ക് ഒരിക്കലും അത് മാത്രമല്ല, ഇപ്പൊ പുതിയൊരു ഗവൺമെന്റ് വന്നാൽ തന്നെ അവരെല്ലാം ചെയ്യുന്നത് ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കണമെന്നും പറയാനും പറ്റില്ല. അങ്ങനെ ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ഇവിടെ. എല്ലാ പാർട്ടികളിലും പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ സോൾവ് ചെയ്ത് എല്ലാം പെട്ടെന്ന് വരുന്നുള്ളത് അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ ശരിയല്ല. പക്ഷെ ഹോപ്പ്ഫുൾ ആണ്, തീർച്ചയായിട്ടും ഹോപ്പ്ഫുൾ ആണ്. അല്ല, ഇപ്പൊ ഈ പ്രധാനമന്ത്രി വരുന്നത് അതൊരു ടാക്ടിക്സ് അല്ലേ? ഒരു ഇപ്പൊ ഈ മറുചേരിക്ക് ടാക്ടിക്സ് ഇല്ല. മറുചേരിക്ക് അത് മാത്രമല്ല, ഇപ്പൊ നോക്കൂ, ഈ CJPക്ക് ഈ CJPയുടെ അല്ലെങ്കിൽ ഈ യുവാക്കളുടെ പ്രക്ഷോഭത്തിന് മുന്നിൽ ഈ സർക്കാർ മുട്ടുമടക്കി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടി വന്നു എന്ന് പറയുമ്പോഴും ഈ ആക്ഷൻസ് എല്ലാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലെ കാര്യങ്ങൾ. അതേസമയം RSSന്റെ മേധാവി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് കുട്ടികളെ നിങ്ങൾ കേൾക്കണം എന്നുള്ളത്. പിന്നീട് അടുത്ത് വന്നിട്ടുള്ള ഈ നരേന്ദ്രമോദിയുടെ ഇതിൽ ഇൻസ്റ്റാഗ്രാമിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത 3 വീഡിയോ ഇൻസ്റ്റാഗ്രാമിലാണ്. അപ്പോ സംഗതി അപകടം മണത്തു, ടാക്ടിക്സ് മാറ്റുന്നു. ഇത് മറ്റൊരു ചെയ്യുന്നില്ലല്ലോ, കോൺഗ്രസ് ചെയ്യുന്നില്ലല്ലോ. അല്ല, എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ് പാർലമെന്റിൽ പോവാതെ
എല്ലാ ദിവസവും രാഹുൽ ഗാന്ധി ട്വിറ്ററിൽ വന്നിരിക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. അല്ല. അദ്ദേഹം അതാണ് പ്രധാനമന്ത്രി ചെയ്തത്. പാർലമെന്റിൽ പോയില്ല അദ്ദേഹം, എന്നിട്ട് ട്വിറ്ററിൽ വരികയാണ് ചെയ്തത്. അപ്പൊ അതിനകത്ത് വലിയൊരു, അപ്പൊ നമ്മൾ ഇതുപോലെ ക്രിട്ടിസൈസ് ചെയ്യേണ്ട പ്രതിപക്ഷത്തെ അല്ല, ക്രിട്ടിസൈസ് ചെയ്യേണ്ട പ്രധാനമന്ത്രിയാണ് തെറ്റായ കാര്യം ചെയ്തത്. പ്രതിപക്ഷം പാർലമെന്റിൽ ഉണ്ടായിരുന്നു ഈ ദിവസങ്ങളിലെല്ലാം, സംസാരിക്കുകയും ചെയ്തു. അപ്പൊ ഇവിടെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ടാക്ടിക്സ് എന്ന് പറഞ്ഞാൽ എന്ത് അന്യായവും ചെയ്തിട്ട് ടാക്ടിക്കാണെന്ന് പറഞ്ഞാൽ ശരിയാണോ? ഇത് പ്രധാനമന്ത്രി തെറ്റാണ്. ഒരു കാര്യത്തിൽ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, അത് ആ ചെറുപ്പക്കാരെ അദ്ദേഹത്തെ പരിഹസിക്കുന്നതാണ് എനിക്ക് തന്നെ പ്രധാനമന്ത്രിയോട് സിമ്പതി തോന്നി. ഇത്ര ഒന്നുമില്ലെങ്കിൽ പ്രായമായ മനുഷ്യനല്ലേ എന്നൊരു സിമ്പതി നമുക്ക് തോന്നി. അപ്പൊ അവരുദ്ദേശിക്കുന്ന ലാംഗ്വേജ് അല്ല ഉദ്ദേശിച്ചത്, അവർ കളിയാക്കുന്ന രീതി വളരെ അദ്ദേഹത്തിനെ അത് വളരെ ദുഃഖിപ്പിച്ചുകൊണ്ടായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചിരിച്ചുകൊണ്ട് പറയാൻ കാര്യം, അധികാരത്തിൽ ഇരിക്കുന്നവരെ ഇങ്ങനെ പരിഹസിക്കണം, എത്രയോ നിശബ്ദമായി പരിഹസിക്കണം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാല് എല്ലാ പ്രതിപക്ഷവും അത് ചെയ്യണം, എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയുന്നതിൽ എനിക്ക് അർത്ഥമുണ്ടെന്നില്ല. പ്രതിപക്ഷം എന്താണ് എല്ലാവരും പ്രതിപക്ഷം ഒന്നും ചെയ്യുന്നില്ല, ആരും ഒന്നും ചെയ്യുന്നില്ല. പ്രതിപക്ഷം ഉന്നയിക്കാത്ത ഏതെങ്കിലും ഒരു വിഷയമുണ്ടോ? മുസ്ലിങ്ങളെ കുറിച്ച് പ്രതിപക്ഷം വേണ്ട രീതിയിൽ സംസാരിക്കില്ല എന്നുള്ളതിന് പരാതി എനിക്കുണ്ട്. പക്ഷെ അതിനും പല കാരണങ്ങളുണ്ട് അവർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അവർക്ക് അത് ന്യായീകരിക്കുകയല്ല, പക്ഷെ അതിന്റെ കാരണം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യം. അവര് അങ്ങനെ ഒരു പരിധി വിട്ട് അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ഹിന്ദി ഹാർട്ട്ലാൻഡിൽ അവരുടെ ഭാവിയെ അത് ബാധിക്കും എന്നൊരു ആശങ്ക. അത് ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അത് അങ്ങനത്തെ ആശങ്കകൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ പാടില്ല. എന്താണ് ശരി അത് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മൾ പറയണം പ്രതിപക്ഷം ഒന്നും ചെയ്യുന്നില്ല, എന്താണ് പ്രതിപക്ഷം ചെയ്യാത്തത്? എല്ലാ വിഷയങ്ങളും നമ്മൾ നേരിടുന്ന തൊഴിലില്ലായ്മ, പ്രൈസ് റൈസ്, ഇത് നമ്മുടെ മറ്റ് ഇന്ത്യയുടെ ചുറ്റുമുള്ള രാജ്യങ്ങളുമായിട്ട് വഷളാകുന്ന ബന്ധം, SIR നെ കുറിച്ച് പ്രതിപക്ഷം സംസാരിക്കുന്നത് പോലെ വേറെ ഏത് മാധ്യമമാണ് സംസാരിച്ചിരിക്കുന്നത്? ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് പ്രതിപക്ഷം തന്നെയാണ്. അപ്പൊ പ്രതിപക്ഷം അവർ ചെയ്യുന്ന ഞാനൊരു പ്രോ അപ്പൊ എത്ര എഫക്റ്റീവാണ് പ്രതിപക്ഷം എന്ന് നമുക്ക് ചോദിക്കാം. എന്റെ ചോദ്യം ഒരു പ്രോ സംഘി ലൈനിൽ തന്നെയാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, പ്രതിപക്ഷത്തിന് ആളെ കൂട്ടാൻ കഴിയുന്നില്ല, അപ്പൊ ആള് കൂടുന്നിടത്തേക്ക് പ്രതിപക്ഷം പോകും, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പോകും. ഇപ്പൊ CJP-യുടെ പോലെ ഒരു പ്രൊട്ടസ്റ്റ് നടത്താൻ കോൺഗ്രസിനോ NSUനോ സാധിക്കുന്നില്ല. അപ്പൊ അല്ല, അത് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ശരിയല്ല. ജയ്പൂരിൽ എത്ര വളരെ വലിയ ക്രൗഡല്ലേ അവര് അവിടെ വന്നത്. അതിൽ ഉത്തരാഖണ്ഡിലായിരുന്നു 5 ലക്ഷം. അത് ഭാരത് ജോഡോ യാത്ര എത്ര വലിയ ക്രൗഡാണ് വന്നത്. പക്ഷേ റിസൾട്ട് ഉണ്ട്, ഭാരത് ജോഡോ അല്ല, നമുക്ക് അതിങ്ങനെ അറിയാം റിസൾട്ട്. അതുകൊണ്ട് എങ്ങനെയാണ് നരേന്ദ്രമോദിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടില്ലേ ഇലക്ഷൻ? അതുപോലെ ഇലക്ഷൻ റിസൾട്ടിന് വേണ്ടി അല്ലായിരുന്നു രാഹുൽ ഗാന്ധി ഒരിക്കലും പറയാണ്ട്. എനിക്കറിയില്ല, അതായത് ഞാൻ ഭാരത് ജോഡോ യാത്ര അണ്ടർടേക്ക് ചെയ്യുന്നത് കൂടുതൽ സീറ്റ് കൂടാണെന്നാണ് പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഒരിടത്തും. അതായിരുന്നില്ല എന്റെ ഉദ്ദേശം. ഇന്ത്യയെ നമ്മുടെ പഴയ എന്താണ് ഇന്ത്യ എന്ന് ഇന്ത്യയെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തത്. അത് കുറച്ചൊക്കെ അതൊരു പരാജയമാണെന്ന് പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ പറയില്ല ഒരിക്കലും ഒരു പരാജയമാണ്. രണ്ട്, ഒരു ഓപ്പോസിഷൻ പാർട്ടിക്ക് ചില റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ ജന്തർ മന്ദറിലെ പോലെ CJP ചെയ്യുമ്പോൾ കോൺഗ്രസ് ആണ് ചെയ്തതെന്നിരിക്കട്ടെ, തോന്നുന്നുണ്ട് നമുക്ക് ഇത്രയും ഈ കുട്ടികളെ തന്നെ, അതായത് പലരും ഈ കുട്ടികളുടെ ജന്തർ മന്ദിറിൽ കൂടിയ പല കുട്ടികളുടെയും മാതാപിതാക്കള് BJPക്ക് വേണ്ടി വോട്ട് ചെയ്തിട്ടുള്ളവർ അവര് തന്നെ പറയുന്നു. എന്നിട്ട് പോലും എത്ര ക്രൂരമാണ് അവരൊക്കെ. അപ്പൊ അങ്ങനെ ഒരു ആസാമിൽ ഒരു മന്ത്രിയുടെ മകള് വന്നു. അതല്ല ഞാൻ പറഞ്ഞു, എന്തുമാത്രം ക്രൂരമായ രീതിയിലാണ് കുട്ടികളെ നേരിട്ട് തന്നെ. എന്നിട്ട് പോലും പെല്ലറ്റ് കൊണ്ട് ഉപയോഗിക്കുക, മറ്റു കാര്യങ്ങൾ AK-47 ഫയർ ചെയ്യുക. ഇത് അവരെ തന്നെ BJPയുടെ തന്നെ കോൺസ്റ്റിറ്റ്യൂൻസിയുള്ള രക്ഷിതാക്കളുടെ മക്കൾക്ക് നേരെ ചെയ്യുമെങ്കിൽ, ഒരു കോൺഗ്രസോ മറ്റുള്ളവർ ചെയ്തെങ്കിൽ എന്ത് നിഷ്പ്രയാസം അവരെ അടിച്ചമർത്തുന്നത് മാത്രമല്ല, ഈ പറയും നമ്മൾ തന്നെ പറയാം ബ്ലണ്ടർ കമ്മിറ്റ് ചെയ്തു പറയും. പുന്നപ്ര വയലാർ സമരം ഇപ്പോഴും CPM-നെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളില്ലേ? അവരെ വാരിക്കുന്തം കൊണ്ടുകൊടുത്ത് അവരെ കാനൻ ഫോട്ടോ ഉണ്ടാക്കാൻ. അപ്പൊ നമ്മുടെ ആളുകളുടെ ഉദ്ദേശം എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കാതെ ഉള്ളതാണ്. ഇപ്പോഴും CPM-നെ കുറ്റം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറ്റം പറയുന്നവരുണ്ട് ഇതിനെ കുറിച്ച് പറയുമ്പോൾ. അപ്പോ എന്ത് ചെയ്താലും പ്രതിപക്ഷത്തിനെ കുറ്റം പറയുകയും, ഞാൻ വീണ്ടും ചോദിക്കണം, പ്രതിപക്ഷം ഏത് ഇഷ്യൂ ആണ് മുസ്ലിങ്ങളെ കുറിച്ച് വേണ്ട രീതിയിൽ സംസാരിക്കുന്നതിൽ എനിക്ക് പരാതിയുണ്ട്. അത് എന്റെ വ്യക്തിപരമായ പരാതിയാണ്. അതിൽ ഏത് വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? എല്ലാ വിഷയങ്ങളും സംസാരിക്കുന്നുണ്ട്. പ്രശ്നം ഒട്ടും റിസപ്റ്റീവ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് അല്ല ഇവിടെ ഇരിക്കുന്നത്. പ്രതിപക്ഷത്തിന് ഒരു ബഹുമാനവും കൊടുക്കുന്നില്ല, പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, പ്രതിപക്ഷം പലപ്പോഴും സംസാരിക്കാൻ പോലും അനുവദിക്കുന്നില്ല, എന്നിട്ടും അവർ കാര്യങ്ങൾ റേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ
നമ്മൾ പറയുന്നത് എന്താണ്? അപ്പൊ അങ്ങനെയല്ല. പ്രതിപക്ഷം ഇപ്പൊ പാർലമെന്റിൽ പോകുന്നതിന് വരെ ജന്തർ മന്ദിറിൽ പോയി ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുകയാണ്. അങ്ങനെയാണോ ഡെമോക്രസിയിൽ പ്രതിപക്ഷം പ്രവർത്തിക്കേണ്ടെന്ന് വലിയൊരു ചോദ്യം വരുന്നുണ്ട് അപ്പൊ അതിനകത്ത്. അതുപോലെ അപ്പൊ അല്ല, നമ്മൾ ഗാന്ധിയുടെ കാര്യവും മറ്റു കാര്യങ്ങളും പറയുമ്പോൾ അതിനകത്ത് വരുന്നത് ഗാന്ധിക്ക് ഒരു സ്പെസിഫിക് ഗോൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇത് പ്രതിപക്ഷത്തിൽ എന്താണ് അപ്പൊ ഗോൾ വരേണ്ടത്? ഈ നരേന്ദ്രമോദി ഭരണത്തിൽ നിന്ന് മാറ്റുക എന്ന മാത്രമാണോ ലക്ഷ്യം? ഒരു സിംഗിൾ അത് പ്രതിപക്ഷത്തിന് വേറെ ഒരുപാട് അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ജോലിയുണ്ട്, അതൊക്കെ ചെയ്യട്ടെ. ഉദാഹരണത്തിന് ഓൾട്ടർനേറ്റീവ് ഡെവലപ്മെന്റ് അജണ്ട ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടിക്ക് അത് അവർ ഇപ്പോഴും പ്രതിപക്ഷത്തിൽ അതിന് ക്ലാരിറ്റി ഇല്ലെന്നാണ് ഞാൻ പറയുന്നത്. അവരുടെ എന്താണ് ഈ പ്രതിപക്ഷത്തിന് ഇക്കണോമിക് അജണ്ട എന്നുള്ള കാര്യം. അപ്പൊ ഇതിലൊക്കെ അവർ ഫോക്കസ് ചെയ്യണം, അല്ലാതെ ജന്തർ മന്ദിറിൽ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ ചെയ്യേണ്ട സമയം വരുമ്പോൾ തീർച്ചയായിട്ടും അത് ഇപ്പോഴും എനിക്കതിനെ കുറിച്ച് അങ്ങനെ പ്രതിപക്ഷത്തെ കാര്യം ഇങ്ങനെയുള്ള സമരങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികൾ സമരം ചെയ്യുമ്പോൾ വേറെ ആലോചിച്ച് നോക്കൂ. ഏതെങ്കിലും നേതാക്കളുടെയോ അല്ലെങ്കിൽ പണക്കാരുടെയോ മക്കള് അടിയുണ്ട്. ഇപ്പൊ ഈ ജന്തർ മന്ദിറിൽ എല്ലാവർക്കും അടിയുണ്ട്. ഞാൻ പറഞ്ഞാലേ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്ന ആരാണ്? ഏറ്റവും മാർജിനലൈസ്ഡും ഏറ്റവും പാവങ്ങളായിട്ടുള്ളത്. അപ്പം വീണ്ടും വീണ്ടും അങ്ങനെയുള്ളവർ നമ്മുടെ ഫൈറ്റ് നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ, അതായത് മധ്യവർഗത്തിന് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പാവങ്ങൾ എപ്പോഴും തെരുവിൽ ഇറങ്ങണം എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ ഉദ്ദേശിച്ചത് ബി.ജെ.പിയുടെ ഒരു സെൻട്രൽ ഗവൺമെന്റ് ഒരു കോൺഫിഡൻസ് തന്നെ പ്രതിപക്ഷ നിരയിലെ ഐക്യമില്ലായ്മ എന്നുള്ളതാണ്. ഒരാളെ കൂട്ടിച്ചേർക്കുമ്പോഴേക്കും വേറെ ആളെ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പൊ DMK കുറെ നാളായിട്ട് പ്രതിപക്ഷ നിരയിലിരുന്നതാണ്. ഇപ്പൊ ഈ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി DMK വലിയ അതൃപ്തിയിലാണ്. അത് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോ എന്താണ് ഉണ്ടാവാൻ പോകുന്നത്. അങ്ങനെ ഇപ്പൊ AAP ആയാലും ഒരു ഘട്ടത്തിൽ ചേർന്ന് നിൽക്കുന്നു, ഒരു ഘട്ടത്തിൽ മാറി നിൽക്കുന്നു. അപ്പൊ ഈ പ്രതിപക്ഷ നിരയിലെ ഐക്യമില്ലായ്മ BJP തീർച്ചയായിട്ടും കോൺഫിഡൻസ് ഉണ്ടാക്കാൻ ഇവിടെ ഈ കേരളത്തിൽ തന്നെ രാഹുൽ ഗാന്ധി വയനാട് വന്ന് മത്സരിക്കുകയും പിണറായി വിജയനെതിരെ എന്തുകൊണ്ട് പിണറായി വിജയനെതിരെ കേസെടുത്തില്ല എന്ന് ചോദിക്കുകയും ചെയ്യും. അതൊക്കെ ഒരു തീർച്ചയായിട്ടും പ്രതിപക്ഷം ഒരുമിച്ച് പ്രവർത്തിക്കണം എന്നുള്ള രണ്ട് അഭിപ്രായം ഇല്ല അതിനകത്ത്. പക്ഷെ അതുകൊണ്ട് പ്രതിപക്ഷം ഇനഫക്റ്റീവ് ആണെന്ന് പറയുന്നതോട് എനിക്ക് തീർച്ചയായിട്ടും ഒരുമിച്ച് കൈകോർക്കുന്ന ഞാൻ എല്ലാ മീറ്റിങ്ങുകളിലും എനിക്ക് അവസരം കിട്ടുമ്പോൾ എല്ലാം ഞാൻ പറയുന്നത് അതിനുവേണ്ടി ഒരുപാട് ഇവിടെ കേരളത്തിൽ തന്നെ പലരും തന്നെ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ രാഷ്ട്രീയ യാഥാർത്ഥ്യം അറിയാത്ത, പ്രാക്ടിക്കൽ രാഷ്ട്രീയ നോളജ് ഇല്ല, വിവരമില്ല, അതുകൊണ്ടാണെന്നൊക്കെ. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ് ഇത്. ഐക്യമില്ലാതെ കേരളത്തെ നമുക്ക് രക്ഷിക്കാൻ പറ്റൂല. അത് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടായേ പറ്റുള്ളൂ എന്നുള്ളതാണ് എന്റെ ഒരു കണക്കൂട്ടൽ. വളരെ തിരക്ക് പിടിച്ച ഒരു ദിവസത്തിൽ ഇങ്ങനെ സംസാരിക്കാൻ സമയം കണ്ടെത്തിയ സാറിന് എനിക്ക് വലിയ നന്ദിയാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് നന്ദി. താങ്ക് യു.